വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ നടുവിൽ ശുശ്രൂഷിക്കേണ്ടതിനായിട്ട് ദൈവം എന്നെ ഈ ദേശത്ത് ഈ സഭയിൽ കൊണ്ടുവന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട അനീഷ് പാസ്റ്റർ കുടുംബം എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന പ്രിയ ബാബു പാസ്റ്റർ ഓഡിയൻസിന് നടുവിലായിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. മുഖവരകളൊന്നും കൂടാതെ വളരെ വേഗത്തിൽ ദൈവജന ചിന്തയിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. രാവിലെ മുഖവരകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനി അതിൻ്റെ പേരിൽ നമുക്ക് സമയം കളയണ്ട. നമുക്കിന്ന് രാത്രിയിൽ വലിയവ പ്രതീക്ഷിക്കാം. വലിയവ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് നമ്മളിൽ അത്ഭുതത്തെ പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വന്ന് ഹൃദയങ്ങളെയൊക്കെ ഒന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ഫ്രീ ആയിട്ട് നമ്മളൊന്ന് ഇരുന്നാൽ ഫ്രീ ആയി നമുക്ക് പോകാം. സ്തോത്രം. നമ്മൾ പഠിച്ചു വെച്ചതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ പഠിച്ചതൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് നമുക്കൊന്നും കൂടെ ദൈവസന്നിധിയിൽ ഒന്ന് ഫ്രീ ആകാനായിട്ട് ദൈവം ഇന്ന് രാത്രിയിൽ നമുക്ക് വേദി ഒരുക്കും. വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് വന്നത്. എനിക്കറിയാം ഇന്ന് രാത്രിയിൽ ഇവിടെ വലിയവ ദൈവം ചെയ്യും. ഈ ഉപവാസ പ്രാർത്ഥന 21 ദിവസം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ സഭയ്ക്ക് അല്ല, ഈ ദേശത്തിനൊരു വിടുതലായി മാറും. ആമേൻ. വായിക്കാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. എഫേസ്യർ 3:20. മറ്റൊരാൾക്ക് ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. വായിക്കാം. ലൂക്കോസ് 11:13. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ പരിശുദ്ധ എത്ര അധികം. നമ്മൾ ആദ്യം വായിച്ചു കേട്ടത് എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. അപ്പം ശക്തിയെക്കുറിച്ച് അല്പകാര്യങ്ങൾ പറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കുറിച്ച് പറയാൻ, അന്യഭാഷയെക്കുറിച്ച് സംസാരിച്ച് ചില അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ച് നമ്മുടെ ഹൃദയത്തിനകത്തൊരു ആഗ്രഹമൊക്കെ ഉണ്ടായി. ഇന്ന് രാത്രിയിൽ ആ മേഖലകളിലൊന്ന് പ്രാർത്ഥിച്ചൊരു കാത്തിരിപ്പ് പോലെ നമുക്കിന്ന് രാത്രികാലം കർത്താവിൽ നിന്ന് പ്രാപിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നൊരു പ്രസംഗം കേട്ടിട്ട് പോകുന്ന ലാഘവത്തോടെ ആരും ഇരിക്കരുത്. ഇന്ന് രാത്രിയിൽ എനിക്ക് പ്രാപിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും ജോഷുവ പറഞ്ഞതുപോലെ എല്ലാ പ്രായക്കാരും നിറയുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പ്രായത്തിനൊന്നും പരിമിതിയുള്ളൊരു പരിപാടിയല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. അതുകൊണ്ട് ആരാഗ്രഹിച്ച് ഏത് മൂലക്കിരുന്നാലും, ഫ്രണ്ടിലിരുന്നാലും ബാക്കിലിരുന്നാലും, ഒരുപോലെ പായലിരുന്നാലും തറയിലിരുന്നാലും എവിടെ കസേരയിലിരുന്നാലും എവിടെ ഇരുന്നാലും ഇതുവരെ അനുഭവിച്ചത് പോരാ കർത്താവ്, ഇത് പോരാ കർത്താവ്, അങ്ങയുടെ സാന്നിധ്യം പോരാ, ഇതിലും വലുതായി എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണമെന്ന് ആര് കൊതിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും നിങ്ങളുടെ ഹൃദയത്തെ ഒരുക്കമുള്ളതാക്കി നിങ്ങൾ വെച്ചാൽ, നല്ല നിലമായ ഹൃദയം നിങ്ങൾ ഒരുക്കി വെച്ചാൽ, ആ ഹൃദയത്തിനകത്ത് ഇന്ന് രാത്രിയിൽ ഇതുവരെ കവിഞ്ഞൊഴുകാത്തതുപോലെ ആത്മാവിൻ്റെ നദി കവിഞ്ഞൊഴുകും, ആത്മാവിൻ്റെ നദി കഴിഞ്ഞൊഴുകും. ഒറ്റ പ്രിൻസിപ്പിൾ ദൈവത്തിനുള്ളൂ, വെറും പാത്രങ്ങൾ കുറവായിരിക്കരുത്. എത്രത്തോളം പാത്രം നിങ്ങൾക്കുണ്ടോ, പാത്രങ്ങളിൽ നിന്ന് പാത്രങ്ങളിലേക്ക് എണ്ണ പകരാൻ ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. അടഞ്ഞു കിടക്കുന്ന മുറിക്കകത്ത് ജീവിതം തീരാനായിട്ട് ലോകം വിധി എഴുതിയിരിക്കുമ്പോൾ ആ മുറിക്കകത്ത് എണ്ണയുടെ പകർച്ചയെ ദൈവം പകർന്നു കൊടുത്ത് ഒരു ന്യൂ ടെക്നോളജി ദൈവം പകർന്നു കൊടുത്തത് അത് ഹോളി സ്പിരിറ്റിന്റെ എണ്ണയെ, അത് പരിശുദ്ധാത്മാവിന്റെ എണ്ണയെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഹൃദയം നിങ്ങൾ തുറന്നു കൊടുത്താൽ എണ്ണ പകരാൻ തമ്പുരാൻ തയ്യാറാ. യേശുവിന്റെ നാമത്തിലും യേശുവിന്റെ രക്തത്തിലും ഈ സഭയെയും തലമുറകളെയും പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാവിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, സഭ തയ്യാറാകുമ്പോൾ ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ആത്മാവ് ഇവിടെ ഒഴുകി വന്ന് ഇതൊരു മാളിക മുറിയായി മാറട്ടെ. പെന്തക്കോസ്തിന്റെ 2-ാം അധ്യായത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്ന ഒരു അപ്പർ റൂമായി, ഒരു മാളിക മുറിയായി യേശുവിന്റെ നാമത്തിൽ ഈ മുറി മാറ്റപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തമായ എൻകൗണ്ടറുകൾ ഇന്ന് രാത്രിയിൽ മുറിക്കകത്ത് നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവം ഇറങ്ങി വന്ന് ചിലരെ തൊടുന്ന, ചിലരെ സ്പർശിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഒരു പവർഫുൾ എൻകൗണ്ടർ നൈറ്റ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കട്ടെ. ദേഹം, ദേഹി, ആത്മാവ് ഒരുപോലെ വന്ന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നത് പോലെ, റീഡെഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഒരു പകർച്ചയുടെ അനുഭവം അനുഭവിക്കേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തം
നാമത്തിൽ തലമുറയെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകുവാൻ, ജാതിയർ പിടിച്ചുകൊണ്ട് പോകുവാൻ, ലോകം പിടിച്ചുകൊണ്ട് പോകുവാൻ നോക്കുന്ന ഈ സാഹചര്യത്തിനകത്ത് യേശുവിന്റെ നാമത്തിൽ ഈ എണ്ണയുടെ പകർച്ച തലമുറയെ കാണിച്ചു കൊടുക്കുന്ന രാത്രിയായി, അഭിഷേകത്തിന്റെ രാത്രിയായി, നിറവിന്റെ രാത്രിയായി യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി മാറ്റപ്പെടട്ടെ. യേശുവിന്റെ രക്തത്താൽ ഈ രാത്രി മാറ്റപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ് യെസ് യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ഈ ആലയത്തിനകത്ത് എങ്ങനെ വന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ വന്നതിന്റെ അപ്പുറത്ത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ഇരുന്ന Ribalara katarama shekataraba ribalian torakateri alarakama oshmiateria toroko mose shababa baba baba ribalara gadara ragadara shadara gadara rigalara gadara shabara gadara udara gadara gadara bashadara gadara Ribalara gadara dara bashadara gadara laraga udara gadara yalaraga manadara dara gadara shabara gadara laraga badash ആത്മാവിന്റെ പ്രവൃത്തിയെ കെടുത്തിക്കളഞ്ഞ, ആത്മാവിന്റെ പ്രവൃത്തിക്കെതിരെ വാളൂരി നിന്ന ദുഷ്ടന്റെ വ്യാപാര ശക്തികൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രി വിടുതലുകൾ സംഭവിക്കട്ടെ. പ്രവചിക്കുന്നവർ രാത്രി എഴുന്നേൽക്കട്ടെ. സഭയോട് ദൂത് പറയുന്ന, ദേശത്തോട് ദൂത് പറയുന്ന ആത്മാവിന്റെ വാഹകർ ഇന്ന് രാത്രിയിൽ എഴുന്നേൽക്കട്ടെ. ഫിലിപ്പോസിന്റെ തലമുറയെ പോലെ തലമുറകൾ പ്രവചിക്കുന്ന തലമുറകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ എഴുന്നേൽക്കട്ടെ. ചരിത്രം സൃഷ്ടിക്കുന്ന രാത്രിയായി രാത്രി മാറട്ടെ. ആർക്കും പിടിച്ചടക്കുവാൻ കഴിയാത്ത ആത്മാവിന്റെ പ്രവാഹം ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിൽ പൊട്ടിപ്പുറപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ ഒരു ഡാം പൊട്ടിപ്പുറപ്പെട്ടു വരുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ കവിഞ്ഞൊഴുക്ക് ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിൽ വ്യാപരിച്ചിറങ്ങട്ടെ. പ്രവചിക്കാൻ ചങ്കൂറ്റമുള്ളവർ രാത്രി പ്രവചിച്ചു തുടങ്ങിക്കോ. ആത്മാവിൽ പറയാൻ ചങ്കൂറ്റമുള്ളവർ ആത്മാവിൽ പറഞ്ഞു തുടങ്ങിക്കോ. പ്രസംഗം കേൾക്കാൻ വന്നാലും ഉപവാസ പ്രാർത്ഥനയാ. ഈ ആലയത്തിൽ ഇരിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ. Rikataraba shataraba ribalaragadara daragama shataraba rimania taralarasia ureshia daralarakaraba യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ. എന്തിനാ പ്രാർത്ഥന, എന്തിനാ ആരാധന, എന്തിനാ കയ്യടി? ആത്മാവിന്റെ നിറവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അതിവിടെ വെളിപ്പെട്ടു വരട്ടെ. അടുത്ത 21 വെളിപ്പെടേണ്ട ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ഓപ്പണാകട്ടെ. കേവലം ബഹളത്തിന്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവശക്തി, വ്യാപരിക്കുന്ന ദൈവശക്തി. Glory to God, 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 glory to God. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം.
ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മഹത്വം. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിനകത്ത് 14 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവർ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം. ശ്രദ്ധിച്ചു കേൾക്കണേ. ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവർ ഇടയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ക്രിസ്തു പ്രകാശിക്കണമെങ്കിൽ എഴുന്നേൽക്കണം. എഴുന്നേൽക്കണം. ഇരിക്കുന്നിടത്തുനിന്ന് കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കണം. എഴുന്നേൽക്കുമ്പോൾ ക്രിസ്തു പ്രകാശിക്കാൻ തുടങ്ങും. പെന്തക്കോസ്തിനകത്ത് ഒരു ഇരുത്തം വന്നെങ്കിൽ അവിടുന്ന് അങ്ങ് എഴുന്നേൽക്കണം. ഇങ്ങനെയൊക്കെയാണെന്ന് പെന്തക്കോസ്. ഇതൊന്നും അല്ല പെന്തക്കോസ്, ഇതിന്റെ അപ്പുറത്തുള്ളതാ പെന്തക്കോസ്. ഇതുവരെ കണ്ടിട്ടില്ല, കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യും. ഇത് കാണണമെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കണം. എഴുന്നേറ്റിട്ട് ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ആകയാൽ സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ട്, അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് നടക്കുവാൻ നോക്കുവേൻ. സമയം തക്കത്തിന് ഉപയോഗിക്കണം. ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡും എഴുതപ്പെട്ടതാണ്. ഒരു സെക്കൻഡും വേസ്റ്റ് ആക്കാനില്ല. ഓരോ നിമിഷങ്ങൾക്കും ദൈവ പദ്ധതികൾ മറഞ്ഞ് ഇരിപ്പുണ്ട്. നമ്മുടെ ഈ ക്രോണോസിനകത്തല്ല തമ്പുരാൻ വർക്ക് ചെയ്യുന്നു. ദൈവത്തിന്റെ ക്ലോക്കില. ദൈവം സമയത്തിന് പുറത്താ. തമ്പുരാൻ സമയം നമുക്ക് വേണ്ടി കുറിച്ചിട്ടുണ്ട്. ഓരോ അപ്പോയിന്റുകൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ പുരോഹിതന്മാർക്കും ഓരോ ദൈവമക്കൾക്കും ദൈവം ഓരോരുത്തർക്ക് വേണ്ടി ഓരോ അപ്പോയിന്റ്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണണമെങ്കിലും അറിയണമെങ്കിലും പരിശുദ്ധാത്മാവിൽ സെൻസിറ്റീവ് ആകണം. ഇന്ന് പകല് ഞാൻ അതാ പറഞ്ഞത്, പരിശുദ്ധാത്മാവിൽ സെൻസിറ്റീവ് ആകണം. പരിശുദ്ധാത്മാവിൽ സെൻസിറ്റീവ് ആകാൻ നിങ്ങൾ തയ്യാറായാൽ, സമയം തക്കത്തിന് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ, ആത്മാവിനെ പകരുന്ന കാര്യത്തിൽ തമ്പുരാനും വിശ്വസ്തനാണ്. എനിക്ക് തോന്നുമ്പോഴല്ല ഞാൻ ദൈവകാര്യങ്ങൾ ചെയ്യുന്നത്. തമ്പുരാന്റെ സമയത്ത്, ദൈവം നിശ്ചയിച്ച സമയത്ത് തമ്പുരാൻ പറയുന്നത് പോലെ ഞാൻ ചലിച്ചു തുടങ്ങിയാൽ ദൈവപ്രവൃത്തി എന്നിൽ നിന്ന് ഒഴുകാൻ തുടങ്ങും. അത് ആയിരങ്ങൾക്ക് വിടുതലായി മാറും. കിടക്കന്റെ സമയത്ത് തമ്പുരാൻ തട്ടി എഴുന്നേൽപ്പിച്ച് ഇറങ്ങി അപ്പുറത്തെ വീട്ടിൽ പോടാന്ന് പറഞ്ഞാൽ അവിടെ കയറ് കെട്ടി തൂങ്ങിച്ചാകാൻ നിൽക്കുന്നവനായിരിക്കും. ആ ടൈമിൽ നീ ചെന്നാലേ വിടുതൽ കിട്ടത്തുള്ളൂ. ആ ടൈമിൽ നീ റെസ്പോണ്ട് ചെയ്താലേ അവിടെ അത്ഭുതങ്ങൾ നടക്കത്തുള്ളൂ. ഹലോ, ഇതെല്ലാം പറയുമ്പം എനിക്ക് 100 എക്സാമ്പിൾ അതിന്റെ പുറകിൽ കെട്ടി പറയാനുണ്ട്. അത് പറയാനതിന് മുമ്പ് സമയമില്ല, അതല്ല എന്റെ സബ്ജക്റ്റും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആത്മാവിൽ സെൻസിറ്റീവായി തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവിന്റെ സമയത്തിനനുസരിച്ച് ചലിക്കാൻ തുടങ്ങിയാൽ, സമയം നീ തക്കത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, എനിക്ക് സമയമുള്ളപ്പോൾ അല്ല, തമ്പുരാന്റെ സമയത്ത് ഞാൻ പ്രവർത്തിക്കുമെന്ന് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഏതൊരു വ്യക്തി പറഞ്ഞാലും തമ്പുരാൻ ഉപയോഗിച്ചു തുടങ്ങും. ബി ഹോളി സ്പിരിറ്റ് സെൻസിറ്റീവ്. തക്കത്തിന് ഉപയോഗിക്കണം. സമയം തക്കത്തിന് ഉപയോഗിക്കണം. 17-ാമത്തെ വാക്യം, ബുദ്ധിഹീനരാകാതെ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അതിനാൽ എന്തുണ്ടാകും? ദുർനടപ്പുണ്ടാകും. ഇനി എന്താ ചെയ്യേണ്ട? അപ്പോ ആത്മാവിൽ നിറയണം. ഹലോ, എന്തിലാ നിറയണ്ടേ? ആത്മാവിൽ നിറഞ്ഞവരായി. ഒന്ന് വായിച്ച ബാക്കി. സങ്കീർത്തനം, സ്തുതി, ആത്മീയഗീതങ്ങൾ തമ്മിൽ സംസാരിക്കണമെങ്കിൽ എന്തു വേണം? ആത്മാവ് നിറഞ്ഞിട്ടാ സങ്കീർത്തനം.
ആത്മാവ് നിറഞ്ഞിട്ടാ സ്തുതിയും സ്തോത്രവും. ഈ ആത്മാവില്ലാത്ത സങ്കീർത്തനത്തിനകത്തും ആത്മാവില്ലാത്ത സ്തുതിക്കകത്തും സ്തോത്രത്തിനകത്തും ഒന്നും വലിയ ആത്മാവ് നിറഞ്ഞവരായി. അപ്പൊ സമയം തക്കത്തിന് ഉപയോഗിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആത്മാവ് നിറഞ്ഞവരായിട്ടാണെങ്കിൽ സ്തോത്രം. ഗലാത്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലോമോന്റെ ലേഖനം, ഇതെല്ലാം കാരാഗ്രഹ ലേഖനങ്ങളാണ്, പ്രിസൺ എപ്പിസൽസ്. അപ്പോസ്തലനായ പൗലോസ് AD 60-62 കാലഘട്ടങ്ങളിൽ റോമൻ കാരാഗ്രഹത്തിൽ വീട്ടുതടങ്കലിലായിരുന്നപ്പോൾ രചിച്ച പരിശുദ്ധാത്മാവിൽ എഴുതിയ ലേഖനങ്ങളാണ്. ഓരോ സന്ദർഭവും അനുസരിച്ച്, ഓരോ സാഹചര്യങ്ങളനുസരിച്ച് ഓരോ സഭയ്ക്ക് എഴുതിയ ലേഖനങ്ങളാണ്. കൊലോസി ലേഖനം, ഗലാത്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലോമോന്റെ ലേഖനം. ഈ ലേഖനങ്ങളൊക്കെ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് എഴുതിയപ്പോൾ പൗലോസിനെ പ്രേരിപ്പിച്ചത്, ഇത് എഴുതാൻ പ്രേരിപ്പിച്ചത് ഒരു വ്യക്തിയല്ല, പരിശുദ്ധാത്മാവ്. ഇതെല്ലാം ചുമ്മാ എഴുതി വരുന്നതല്ല. എല്ലാ സാഹചര്യങ്ങളും അടഞ്ഞപ്പം ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറയും, എപ്പോഴും സന്തോഷിപ്പേ, ഇടപെടാതെ സന്തോഷിപ്പേ. 17 തവണ ആവർത്തിച്ച് പൗലോസ് പറയാം സന്തോഷിക്കാൻ. ആരോടാ പറയുന്നത്? ഫിലിപ്പിയരോട്. എവിടെ കിടന്നുകൊണ്ടാ പറയുന്നത്? കാരാഗ്രഹത്തിൽ. എടാ, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് സന്തോഷിക്കാൻ. അപ്പൊ സന്തോഷത്തിന്റെ മൂല കാരണം പൗലോസ് പറയാ, കർത്താവിൽ സന്തോഷിക്കും. ഈ കർത്താവിൽ സന്തോഷം കണ്ടെത്തുന്നവന് കാരാഗ്രഹത്തിൽ ഒരു പേന എടുത്താലും അത് അഭിഷേകമാണ്. സ്തോത്രം. അപ്പൊ നിന്റെ മേലുള്ള ഈ അഭിഷേകം കാരാഗ്രഹത്തിലും വെളിപ്പെടും. ഇന്നും നമ്മൾ പൗലോസിനെ കുറിച്ച് ഈ ലേഖനത്തിന്, എഫേസ്യ ലേഖനം എടുത്ത് പ്രസംഗിക്കുമ്പോൾ അറിയണം, ഇത് വന്നത് കാരാഗ്രഹത്തിൽ നിന്ന്, കുണ്ടറയിൽ നിന്നാണ്. ചങ്ങലെ കിടക്കുമ്പോൾ അഭിഷേകം പറയാ, സന്തോഷിക്കുക. സ്തോത്രം, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഫിലിപ്പിയൻ ചർച്ച് കണ്ടുമുട്ടുന്ന രംഗങ്ങളാണ്. 16-ാം അധ്യായത്തിന്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ വായിക്കേണ്ട, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഞാൻ ആ സാഹചര്യങ്ങൾ ഇവിടെ പറയാം. ഹോളി സ്പിരിറ്റ് സെൻസിറ്റീവ് ആയിരിക്കണം. പരിശുദ്ധാത്മാവേ, അതാണല്ലോ നമ്മളൊന്ന് കളവൊരുക്കുന്നത് ഇവിടെ. പൗലോസ് അത്രത്തോളം സെൻസിറ്റീവ് ആയിരുന്നു. പൗലോസ് ഏഷ്യയിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. എന്തിനു വേണ്ടിയെന്നറിയോ? സുവിശേഷ പ്രയാണത്തിന് വേണ്ടി. ഏഷ്യയിലോട്ട്, ആസിയയിലോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവിനെ വിലക്കി. നോ, പോകണ്ട. എടാ, ഞാനൊരു ഉപദേശിയല്ലേ, ഞാൻ പ്രസംഗിക്കാനല്ലേ പോകുന്നത്, ആത്മാക്കളെ നേടാനല്ലേ. പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ പോകണ്ട. ഉടനെ പൗലോസ് തീരുമാനിച്ചു, ഓക്കെ, പോകുന്നില്ല, ഞാനെന്നാ ബിദുന്യാവിലേക്ക് പോയേക്കാം. ബിദുന്യാവിലേക്ക് പോകാൻ വേണ്ടി പൗലോസ് തീരുമാനിച്ച് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോ പൗലോസ് വീണ്ടും അവനെ വിലക്കി. പോകണ്ട. അപ്പൊ ഈ പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ തുടങ്ങിയാൽ നമ്മുടെ റൂട്ട് മാപ്പ് വരെ മാറും, നമ്മുടെ ഗൂഗിൾ മാപ്പൊക്കെ മാറും. ഇന്ന് വരെ ഞാൻ പോകുന്ന ഇടത്തായിരിക്കത്തില്ല ചിലപ്പോൾ നാളെ പോകുന്നത്. എടാ, പാസ്റ്റർ കാര്യമൊക്കെ ശരിയാ, ഉപദേശി അപ്പോസ്തലനാ, സഭകളൊക്കെ സ്ഥാപിക്കുന്ന, ദൈവരാജ്യത്തിനു വേണ്ടി തന്നെ ഇറങ്ങുന്നത്. പക്ഷെ തമ്പുരാൻ അവനോട് പറയാടാ, ഇത് നിന്റെ രാജ്യമല്ല, എന്റെ രാജ്യമാണ്. രാവിലെ മുതൽ നമ്മൾ ഈ പണിയുന്നത് ആരുടെ രാജ്യമാണ്? എടാ, ജോലിക്ക് പോകുന്നതിനും ബിസിനസ് ചെയ്യുന്നതിനും പണിയുന്നത് ആരുടെ രാജ്യമാണ്? ദൈവരാജ്യമാണ്. സ്തോത്രം. ഈ ദൈവരാജ്യം പണിയാനാ ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തത്. ഈ പരിശുദ്ധാത്മാവുമായിട്ട് നീ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്താൽ നിന്നിലൂടെ ദൈവം വെച്ചിരിക്കുന്ന ദൈവ പ്രവൃത്തികൾ എത്ര മധുരമുള്ളതാണെന്ന് നിനക്ക് ഇന്ന് മനസ്സിലാകത്തില്ല. പക്ഷെ നാളത്തെ ചരിത്രത്തിൽ ഓൾറെഡി എന്റെ തമ്പുരാൻ ഉള്ളത് കൊണ്ട്, അവൻ ആൽഫയും ഒമേഗയും ആയതുകൊണ്ട്, ആദിനും അന്ത്യനും ആയതുകൊണ്ട്, നാളത്തെ ദിവസത്തിൽ ഓൾറെഡി മുന്നറിയുന്നവന് അറിയാം അവന്റെ പദ്ധതിയുടെ മഹത്വം എന്താണെന്ന്. പലപ്പോഴും ഒരു ടേബിളിൽ നമ്മളിങ്ങനെ വെച്ചിട്ടൊരു ഉറുമ്പ് നടന്നു പോകുന്നിരിക്കട്ടെ, ഉറുമ്പിങ്ങനെ നടന്നു കിടന്ന് ഇതിന്റെ അറ്റത്ത് ചെല്ലുമ്പോഴാണ് താഴോട്ട് പോകുക എന്നറിയുന്നത്. പക്ഷെ ഇവിടെ നിന്ന് നോക്കുന്നത് എനിക്കറിയാം, ഉറുമ്പിന്റെ പോക്ക് നേരെ താഴോട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും ഇങ്ങനെ കാര്യങ്ങളെ കാണുന്നത്, നമുക്കറിയത്തില്ല നാളത്തെക്കുറിച്ച്, നമുക്ക് വേവലാതി ഒക്കെയാ. പക്ഷെ തമ്പുരാൻ കാണുന്നത് പോലെ നമ്മൾ കാര്യങ്ങളെ ഒന്ന് കണ്ടാൽ,
നമ്മുടെ ടെൻഷനുകളെല്ലാം അങ്ങ് മാറുമല്ലേ. സ്തോത്രം. പോകണ്ടായോ? പൗലോസ് തീരുമാനിച്ചു, ഓക്കെ പോകുന്നില്ല. പൗലോസ് തീരുമാനിച്ചൊരു കാര്യം, കിടന്നുറങ്ങാൻ അങ്ങ് തീരുമാനിച്ചു. സ്തോത്രം. എന്ത് നല്ല പരിപാടി അല്ലേ. ഈറ്റ് വെൽ ആൻഡ് സ്ലീപ്പ് വെൽ. നല്ലൊരു പ്രിൻസിപ്പിൾ അവിടെ കിടപ്പുണ്ട്. തമ്പുരാൻ ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട്, സുശേഷ പ്രയാണമേ, ദൈവരാജ്യം പടയാൻ ആവശ്യപ്പെട്ടിട്ട് തമ്പുരാൻ തന്നെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കും അങ്ങ് വിലക്കിയാൽ എന്ത് ചെയ്യണം? നല്ലപോലെ ശാപ്പാടടിക്കുക, കിടന്ന് ഉറങ്ങുക. വല്ല ഉണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടോ പുതുപുറത്തിട്ടോ ഒന്നും കാര്യമില്ല. കാരണം തമ്പുരാൻ ഒരു വലിയ പദ്ധതി ഉണ്ട്. ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ വഴിമുട്ടിപ്പോയി, എവിടെയൊക്കെയോ ഫുൾ സ്റ്റോപ്പായി പോയതുപോലെ ആർക്കെങ്കിലുമൊക്കെ തോന്നിയാൽ അതിന്റെ പുറകിൽ തമ്പുരാൻ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിയണം. നിങ്ങൾ തീർന്നിട്ടില്ല, നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. ദൈവത്തിന് എന്തോ വലിയത് നിങ്ങളിലൂടെ ചെയ്യാനുണ്ട്. ഏഷ്യ സുശേഷീകരിക്കാൻ വരട്ട് അപ്പോസ്തലനെ, ബിദുന്യാവിലേക്ക് ഇറങ്ങാൻ വരട്ട് അപ്പോസ്തലനെ. എനിക്ക് ദൈവപ്രവൃത്തികൾ തികയ്ക്കാൻ വേറൊരിടമുണ്ട്. അത് വെളിപ്പാടിൽ പൗലോസ് രാത്രി കാണുക. എന്തുവാ കാണുന്നത്? മക്കദോനിൽ ഒരു പുരുഷനുണ്ട്, നീ അവിടെ വരെ ചെല്ലണം, നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. പൗലോസ് രാവിലെ എഴുന്നേറ്റ് നേരെ കപ്പൽ നീക്കി. എങ്ങോട്ടാ? മക്കദോനിക്ക്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കേൾക്കുന്ന ഒരു കാത്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന, ചുമ്മാതൊന്നും ലേഖനങ്ങൾ അടിച്ചു വന്നതല്ല 14 ഇതിന് പുറകിൽ അനുസരിക്കുന്ന ഒരു മനോഭാവമുണ്ട്. ആരെ അനുസരിക്കുന്ന? പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന, പരിശുദ്ധാത്മാവിനെ കേൾക്കുന്ന. ഇഫ് യു വാണ്ട് ടു ബി എ സക്സസ് ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ് ആകണമെന്ന് ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവിനെ കേട്ടു തുടങ്ങിയാൽ ആ നിമിഷം മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ ജീവിതം സക്സസ് ആകും. നിങ്ങളുടെ പരാജയങ്ങൾ വിജയങ്ങളാകണമെങ്കിൽ, പ്രത്യക്ഷത്തിൽ പൗലോസ് ഇവിടെ പരാജയമാണ്. ഏഷ്യക്ക് പോകാൻ വേണ്ടി തുടങ്ങി പരാജയം, ബിദുന്യാവിലേക്ക് പോകാൻ നോക്കി പരാജയം. പക്ഷെ ദൈവം വെച്ചിരിക്കുന്ന പ്രവൃത്തി മക്കദോനിയ. ചോദ്യമൊന്നും ചോദിച്ചില്ല, ഗൂഗിൾ മാപ്പിൽ കണ്ടതനുസരിച്ച് അങ്ങ് ചെയ്തു. സ്വോത്രം 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 സ്വോത്രം. തമ്പുരാന് ചിലതൊക്കെ പറയാനുണ്ട്. അയ്യോ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾ അബദ്ധം പറ്റിയവരല്ല. ആര് നിങ്ങളെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും തമ്പുരാന് നിങ്ങളെ വേണമെന്ന് അറിയണം. ഒരു വിശ്വാസിയായിട്ട് ജീവിതം തീർക്കാനല്ല തമ്പുരാൻ ഒരാളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഞായറാഴ്ച വന്ന് സ്വോത്രാഴ്ച ഇടാനുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടല്ല തമ്പുരാൻ നമ്മളെ കണ്ടത്. തമ്പുരാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വ്യക്തമായ ഉദ്ദേശമുണ്ട്. സ്വോത്രം. ഈ നമ്മളെ കുറിച്ചുള്ള സ്വപ്നം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവ് സെൻസിറ്റീവ് ആകണം. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് നമ്മൾ നടക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഇന്ന് വിലയുള്ളതല്ല വിലയില്ലാത്തതായിട്ട് തോന്നും. നമുക്ക് ഇന്ന് കാണുന്നതല്ല വിലയായിട്ട് തോന്നുന്നതിന്റെ ഒരൊറ്റ കാരണം അറിയോ? പരിശുദ്ധാത്മാവിനെ വേണ്ടുവോളം നമ്മൾ ആസ്വദിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടുവോളമല്ല ഇരിപ്പിടം എന്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ ഓണർ ചെയ്യേണ്ടതുപോലെ ഞാൻ ഓണർ ചെയ്തു തുടങ്ങിയാൽ എന്റെ ജീവിതം ധന്യമാ. സ്തോത്രം സ്തോത്രം. അപ്പുറത്ത് കിടക്കുന്ന ശത്രുവിനെ മിത്രമാക്കണമെങ്കിൽ ആര് തീരുമാനിക്കണം? എടാ, നീ കോടതി വഴി പോകുന്നുണ്ടല്ലോ കാര്യം നടക്കുന്നേ, നീ വക്കീലിനെ കാണുന്നുണ്ടല്ലോ, അത് നിന്റെ ബുദ്ധിയാ. തമ്പുരാന്റെ സ്ട്രാറ്റജി വേറെയാ. എന്റെ സ്ട്രാറ്റജിയേക്കാൾ എത്രയോ മഹത്തരമായതാ എന്നെ സൃഷ്ടിച്ചവന്റെ സ്ട്രാറ്റജി. സ്തോത്രം സ്തോത്രം. എന്നെ മെനഞ്ഞുണ്ടാക്കിയ എന്റെ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി കൊണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഇന്ന് ഇഷ്ടംപോലെ സഭകളും ഇഷ്ടംപോലെ വിശ്വാസികളുമുള്ള ഒരു വലിയ വേലയായിട്ട് ആ വേല വളർന്നു. ഞാനും അദ്ദേഹത്തോട് ചേർന്ന് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുറേയേറെ സഭകൾക്ക് ഞങ്ങൾ സപ്പോർട്ട് കൊടുത്ത് ഞങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് വരിക. ചെയ്യാൻ പറ്റുന്ന പോലൊക്കെ ചെയ്യുക. പാസ്റ്റേഴ്സ് കോൺഫറൻസും കാര്യങ്ങളും. ആദ്യത്തെ ഭാരത് മിഷന്റെ ഞങ്ങളുടെ ക്യാമ്പ് നടക്കുന്നത് ഔറംഗാബാദ് മഹാരാഷ്ട്രയിലാണ്. ആ ക്യാമ്പിന് നടുക്ക് ആദ്യമായിട്ട് ഞാൻ കരം കൊടുത്തപ്പം ഒരു പാരലൈസ് ആയ സ്ത്രീ എഴുന്നേറ്റ് നടന്ന ക്യാമ്പ് അതാ. എൻ്റെ ആദ്യത്തെ പ്രസംഗവും എൻ്റെ ആദ്യത്തെ വിടുതൽ ശുശ്രൂഷ നടന്നത് 2016. അത് അവിടെ ആ ലാൻഡിൽ ആ ഭൂമിയിൽ വെച്ച് നടന്നതാണ്.
എടാ, ഇന്നും പ്രവർത്തിക്കാൻ ഭയങ്കരനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഒരു കഥയ്ക്കകത്തൊന്നും ഒതുങ്ങുന്നവനല്ല എൻ്റെ ദൈവം. സ്തോത്ര 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 സ്തോത്രം. ഒരു സങ്കീർത്തനകത്തൊന്നും ഒതുങ്ങുന്നവനല്ല എൻ്റെ തമ്പുരാൻ. ഹോളി സ്പിരിറ്റ് സെൻസിറ്റീവ് ആണെങ്കിൽ സഭായോഗങ്ങളെ ഉത്സവമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം സ്തോത്രം. ഓരോ ഞായറാഴ്ചയും ഉത്സവത്തിന്റെ പെരുന്നാളിന്റെ ദിവസമാണെന്ന് തിരിച്ചറിഞ്ഞ് ആത്മാവിൽ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ദൈവപ്രവർത്തികളെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഹോളി സ്പിരിറ്റ് സെൻസിറ്റീവ്, ഹോളി സ്പിരിറ്റ് സെൻസിറ്റീവ്, ഹോളി സ്പിരിറ്റ് സെൻസിറ്റീവ്. പരിശുദ്ധാത്മാവിനെ കേൾക്കുന്ന കാത്. പൗലോസ് രാവിലെ എഴുന്നേറ്റ് പോയത് അങ്ങോട്ടാ, മക്കതോനിക്ക് കപ്പൽ നീക്കി ഒരു പട്ടണത്തിൽ ചെല്ലുന്നു, ഫിലിപ്പിയൻ പട്ടണം. അവിടെ ചെന്ന് ആരെങ്കിലും സുവിശേഷം പറയാൻ കിട്ടുമോ എന്നൊക്കെ തപ്പിത്തടഞ്ഞോ അതുവഴിയൊക്കെ നടന്നപ്പം വേണ്ട പുഴവക്കത്ത് കുറച്ച് സഹോദരിമാര് രക്താംബരം വിൽക്കുന്ന ദൈവഭക്തിയായ യഹൂദ മത എന്തോന്ന് പറയണ്ടേ, ആ ഒരു ഹൃദയമുള്ള അവരുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന മതാനുഭാവി ആയ ഒരു സഹോദരി ലുദിയ, ദൈവഭക്തയ. എന്തെങ്കിലും ദൈവത്തെ കാണണമെന്ന് താൻ ആഗ്രഹിച്ചു. പക്ഷെ തനിക്ക് അതിനുള്ള വേദിയില്ല. പുഴവക്കത്തിരുന്ന് താൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെങ്കിലും അങ്ങ് ജീവനുള്ള ദൈവമാണെങ്കിൽ എന്നെ ഒന്ന് കാണണേ. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അപ്പോസ്തലൻ, രാജ്യങ്ങളുടെ അപ്പോസ്തലൻ, റൂട്ടിനെ മാറ്റിവിട്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുകൊണ്ട് ഫ്രണ്ട് നിർത്തിയിരിക്കുക. അല്ല, മനസ്സിലാവുന്നുണ്ടോ? സോദരം പൗലോസ്, നിന്റെ അല്ല മിഷൻ, എന്റെ ആ മിഷൻ. നിന്റെ അല്ല വഴി, എന്റെ ആ വഴി. എല്ലാ റൂട്ടും ബ്ലോക്ക് ചെയ്തിട്ട് പൗലോസിനെ അറസ്റ്റ് ചെയ്ത് ലുദിയയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുക. വചനം പറയുകയും ലുദിയയും കുടുംബവും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയൊക്കെ തുടങ്ങി. സോദരം, ഇന്ന് കാണുന്ന യൂറോപ്പ് സുവിശേഷീകരിക്കപ്പെട്ടതിന്റെ ഏക കാരണം പൗലോസിലൂടെ ഒരു ലുദിയ മാനസാന്തരപ്പെട്ടതാ. അല്ല, മനസ്സിലാകുന്നുണ്ടോ? ഒരു സ്ത്രീ ലിമിറ്റഡാ അല്ലേ? എന്നാൽ ആ സ്ത്രീ തീരുമാനിച്ചു എന്റെ ഹൃദയം തമ്പുരാന് കൊടുക്കുമെന്ന്. തന്നിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോ തന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നപ്പോ യൂറോപ്പിലേക്ക് സുവിശേഷം നടന്നു കയറുക. അവൾ വീടിന്റെ വാതിലാണ് തുറന്നു കൊടുത്തത്. സ്തോത്രം. അവിടെ കുറച്ചൊന്ന് സുവിശേഷീകരിച്ചിട്ട് പൗലോസ് അവിടുന്ന് പോയി. എപ്പഫ്രാദിത്തോസും ബാക്കിയുള്ളവരൊക്കെ അവിടെയുണ്ട്. സഭയെ ആർത്തു കളിച്ചു. പൗലോസിന്റെ കഷ്ടതയിൽ വേദനയിൽ പൗലോസിനെ താങ്ങിയ സഭ ഫിലിപ്പിയൻ ചർച്ച്. എവിടുന്നാ തുടങ്ങിയത്? ഒരു ലുദിയ, ചെറിയ ആരംഭം. പക്ഷെ പരിശുദ്ധാത്മാവാ തുടങ്ങിയതെങ്കിൽ പൗലോസ്, നിന്റെ ശുശ്രൂഷയിൽ നിന്റെ കൈ താങ്ങാൻ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട സഭയാ മക്കതോനിയ സഭ. നിന്റെ ക്ഷീണത്തിൽ, നിന്റെ വേദനയിൽ നിന്നെ ഒന്ന് കൈത്താങ്ങാൻ എനിക്ക് ഈ സഭ വേണം. അതുകൊണ്ട് നീ ഇപ്പൊ ഏഷ്യയിൽ പോകണ്ട, നീ ഇപ്പൊ യൂറോപ്പിൽ പോ. ഏഷ്യയുടെയും യൂറോപ്പിന്റെ ഗേറ്റ് വേ ഫിലിപ്പിയ. സ്തോത്രം സ്തോത്രം. ദൈവം മൂവ് ചെയ്യുമ്പം സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യും. എന്റെ പ്രാക്ടിക്കാലിറ്റിയും എന്റെ സ്ട്രാറ്റജിയും തമ്പുരാന് വേണ്ട. കാരണം ദൈവത്തിന്റെ സഭ കർത്താവിന്റെ മടങ്ങി വരുന്നതിന് മുമ്പ് എവിടെ പണിതു തീർക്കണമെന്ന് ദൈവത്തിന് അറിയാം. ഏലന്തൂരിൽ ഏതൊക്കെ കുടുംബത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് തമ്പുരാൻ ആഗ്രഹിച്ചാൽ അവരെ പുറത്തെടുക്കാൻ ദൈവം ശക്തനാ. പക്ഷെ ഒരൊറ്റ കാര്യം, പരിശുദ്ധാത്മാവിനെ കേൾക്കുന്ന കാതുള്ള Be Holy Spirit sensitive. ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ട് ദൈവരാജ്യത്തിന് പണിയാൻ കൊടുക്കാം. നോ, നല്ല തീരുമാനമോ. പക്ഷെ അതൊന്നും അല്ല ദൈവത്തിന് വേണ്ടേ. നമ്മുടെ ശമ്പളം കിട്ടിയിട്ടൊന്നും ദൈവരാജ്യം പണിയാൻ നിൽക്കല്ലേ. നമ്മുടെ ശമ്പളം ഒന്നും തമ്പുരാന് വേണ്ട. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സകലത്തെ സൃഷ്ടിച്ചവന് എന്റെ 10 രൂപ വേണോ? പിന്നെ കൊടുക്കാൻ ദൈവം സാഹചര്യം സാവകാശം തരുന്നെങ്കിൽ അതൊരു പദവിയായി കണ്ടു കൊടുക്കണം. സ്വോത്രം സ്വോത്രം. തമ്പുരാന് കൊടുക്കുന്നതിൽ പിടിക്കരുത്. അത് ഉപദേശിയാണെങ്കിലും വിശ്വാസിയാണെങ്കിലും ഏറ്റവും മാന്യം, ഏറ്റവും ശ്രേഷ്ഠം. വചനത്തിനകത്ത് തമ്പുരാനെ പരീക്ഷിക്കാൻ പറയുന്നെങ്കിൽ ഒറ്റ കാര്യത്തിലാ, കൊടുത്തു പരീക്ഷിക്കണം. നീ ഓരോന്ന് കൊടുക്കുമ്പോ അറിഞ്ഞോണം
ഫെഡറൽ ബാങ്ക് തരുന്നതിനേക്കാൾ, SBI തരുന്നതിനേക്കാൾ, ഈ ഉലകം തരുന്നതിനേക്കാളും ഏറ്റവും വലിയ പലിശയുടെ കൂട്ടുപലിശയും ചേർത്ത് എന്റെ തമ്പുരാൻ നിനക്ക് മടക്കി തരാൻ സകലതും ചപ്പന്നും ചവറൊന്നും വേണ്ടിയ പൗലോസ്, ലാഭമായതല്ല ഛേദമെന്നെണ്ണിയ പൗലോസ്, കപ്പൽ മുതലാളിയായിരുന്ന പൗലോസ്, അധികാരം കയ്യിലുണ്ടായിരുന്ന പൗലോസ്, ധനാട്യനായ പൗലോസ്, ക്രിസ്തുവിനെ കണ്ടപ്പം വേസ്റ്റ്. ഇന്ന് വേസ്റ്റിനെ പൊക്കി പിടിച്ചിരിക്കുക പെന്തക്കോസ്തുകാർ. പിണങ്ങല്ലേ? ഞാനും കിടക്കുന്ന AC മുറിയില്ല, നല്ല വീട്ടില ഞാനും കിടക്കുന്നത്. പക്ഷെ AC മുറി തന്നെ തീരണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. എനിക്കൊരൊറ്റ നിർബന്ധമേ ഉള്ളൂ, ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ കൂടെ തീരണം. AC കിടന്നാൽ എന്നാ, കടത്തിന്റെ കിടന്നാൽ എന്നാ? ഇത് പെന്തക്കോസ്താണ് നമ്മൾ ഉയർത്തുന്നത്. എന്റെ ആദർശവും നമ്മുടെ ആദർശവും പറയാനുള്ള വേദിയല്ല ഇത്. ഇത് വചനം പറയാനുള്ള വേദിയാ. എന്റെ തോന്നലുകൾ പ്രസംഗിക്കുന്ന വേദിയല്ല. പരിശുദ്ധാത്മാവിനെ കേൾക്കുന്ന ഒരു കാത്. പുതിയ നിയമസഭ എവിടെ വ്യതിചലിച്ചു പോയത്? 100 വർഷങ്ങൾക്ക് ഇപ്പുറം സുവിശേഷം കേരളത്തിൽ വന്നിട്ടും ഇന്നും സുവിശേഷീകരിക്കപ്പെടാത്ത നിരവധി ഗ്രാമങ്ങൾ. സുവിശേഷം ഉള്ളിടത്ത് സുവിശേഷം ഇല്ലാത്തടത്തോ അവിടെ പോകാൻ ഒരാളില്ല, അവിടെ വിടാൻ പിള്ളേരെ ഇല്ല. ഒരു 10 മിനിറ്റ് വെയിൽ കൊള്ളാൻ പറ്റത്തില്ല. എനിക്കറിയാം, ഇത് എലന്തൂർ സഭയുടെ ഉണർവിന്റെ കാലഘട്ടമാണ്. യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, ഈ സഭയുടെ ഫേസ് മാറാൻ പോവാ. ഇതുവരെയും എലന്തൂർ രഹബത്ത് ഹാള് പോയതുപോലല്ല ഇനിയുമുള്ള അടുത്ത ചില വർഷങ്ങൾ പോകാൻ പോകുന്നു. ഇത് ആർത്ത് കിളിക്കുന്ന സമയമാണ്. വിശ്വസിക്കണം, അകത്ത് വിശ്വസിക്കണം. ആത്മാവുള്ളവൻ വിശ്വസിക്കണം. ആത്മാവില്ലാത്തവൻ പറയട്ടെ നടക്കത്തില്ലെന്ന്. ആത്മാവുള്ളവൻ നടക്കുമെന്ന് പറ. ആത്മാവില്ലാത്തവനെ കേട്ടാൽ അതുപോലെ നടക്കാൻ സാധ്യതയുണ്ടെന്നെങ്കിലും പറ. നിന്നെ നീ ആത്മാവ് കൊണ്ട് ദൈവം നിറയ്ക്കും. പരിശുദ്ധാത്മാവിനെ കേൾക്കുന്ന കാതുണ്ടെങ്കിൽ ഈ മുമ്പന്മാര് പിമ്പന്മാരും മുമ്പന്മാരും ആകുന്നതിന് കാരണം എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവിനെ കേൾക്കുന്ന കാത. അപ്പോസ്തല പ്രവൃത്തി തുടങ്ങിയത് പത്രോസിലാണെങ്കിൽ തീരുന്നത് പൗലോസിലാണ്. ശരിക്കും പത്രോസ് അല്ലേ ഷൈൻ ചെയ്യണ്ടേ? പൗലോസ് അങ്ങനെ പടത്തി വന്നേ. സ്തോത്രം. പൗലോസിനെ സ്വർഗം ഉറ്റു നോക്കിയപ്പം ഇവൻ ചെയ്യുന്ന പണിയെല്ലാം നല്ല വെടിപ്പായിട്ടാണ് ചെയ്യുന്നത്. കൊന്നൊടുക്കാനാണെങ്കിൽ അങ്ങനെ കൊള്ളാം. അവൻ ഒരു ഉത്സാഹിയ. ചതഞ്ഞെന്ന് പറഞ്ഞല്ല അവന്റെ നടപ്പും ഇരിപ്പും. അവൻ രാവിലെ എഴുന്നേറ്റ കിടക്കുന്നതിനും വരെ അവനെ ഏൽപ്പിച്ച പണി വിശ്വസ്തമായിട്ട് ചെയ്യുക. കുതിരപ്പുറത്ത് അവൻ അങ്ങ് നടക്കുക. ഈ തമ്പുരാന് മനസ്സിലായി, ഇവനെ വെളിച്ചമടിച്ച് താഴെയിട്ട് മാനസാന്തരപ്പെടുത്തിയാൽ ഇവനെ ഞാൻ പറയുന്നത് പോലെ കേൾക്കും. ഈ പെന്തക്കോസിന് വേണ്ടത് മിടുക്കന്മാരെയല്ല, പെന്തക്കോസിന് വേണ്ടത് ഡോക്ടറേറ്റ് ഉള്ളവരെ അല്ല. എനിക്കിനത് പറയാൻ കാരണം ഞാൻ ഡോക്ടറേറ്റ് തീർത്തിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ പറയും കിട്ടാത്തതുകൊണ്ടാണ് പറയും. പെന്തക്കോസിന് വേണ്ടത് അഭിഷേകമുള്ളവരെയാണ്. അഭിഷേകമുള്ളവൻ കീബോർഡ് വായിക്കണം, അഭിഷേകമുള്ളവൻ പാട്ട് പാടണം. അതിന് ശ്രുതി ഇല്ലെങ്കിലും കേരളം 3.5 വർഷത്തോളം അനുഭവിച്ച ഒരു പാട്ടുകാരനുണ്ട്. അവന്റെ പേരാ ജിബിൻ പൂവക്കാല.
നിങ്ങളുടെ മുമ്പ് നിൽക്കുന്ന ആള് പാട്ടിൻ്റെ ABCD അറിയത്തില്ല, ബാത്റൂമിൽ പോലും മര്യാദയ്ക്ക് പാടിയിട്ടില്ല. എൻ്റെ അപ്പം പറയുന്ന സാക്ഷ്യമാണ്, അവൻ ബാത്റൂമിൽ പോലും പാട്ട് പാടി. പവർഷിൻ്റെ ഒരു മീറ്റിംഗ്, ഇന്റേണൽ മീറ്റിങ്ങിന് പറഞ്ഞ സാക്ഷ്യമാണ്. പാട്ട് പാടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എന്നെ ആരും പാട്ട് പാടാൻ കൂട്ടത്തില്ല. കാരണം സത്യമാണ്, പാട്ട് പാടാൻ ചില കാര്യങ്ങളൊക്കെ പരാജയങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിയുന്നത് അല്ല. എന്നിട്ടും ദൈവം നമ്മൾ ഉപയോഗിക്കുന്നത് ദൈവത്തിന് സ്തോത്രം പറയണം. പിന്നെ എൻ്റെ പാട്ടിനെ മിടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലരുത്. സ്തോത്രം അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, വെളിയിൽ ആരും അറിയിക്കണ്ട. എങ്ങനെയാ ജിബിൻ പാട്ടുകാരനായ? ജിബിൻ എവിടെ നിന്നാലും തുള്ളിച്ചാടി ആരാധിക്കത്തുള്ളൂ. എല്ലാവരും കൂടെ പറഞ്ഞേ. എവിടെ കസാര ഇട്ട് തന്നാലും, എവിടെ കസാര ഇടുകയാണെങ്കിലും തുള്ളിച്ചാടുന്ന ഒരു സ്വഭാവമാണ്. സ്വത്രാഴ്ച പാത്രത്തിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട്, പാസ്റ്റർ മോൻ ഇത്രയും തുള്ളേണ്ട കാര്യമില്ലെന്ന്. അത് കണ്ടപ്പോഴാണ് അതിൻ്റെ അടുത്ത ആഴ്ച എൻ്റെ ചാട്ടത്തിന് ആക്കം കൂടിയത്. ചിലരിത് കിട്ടാൻ നോക്കിയിരിക്കും. ഞാൻ ആ ചർച്ചിലോട്ടേ ഇല്ല. എടാ, നിന്റെ ആത്മാവിനെ കെടുത്താൻ ആരെങ്കിലും എഴുതുമ്പോൾ നീ ആത്മാവിൽ കത്തണം. വല്ലോനും പറയുന്ന കേട്ട് തീരേണ്ടതല്ല നിന്റെ ആത്മാവ്. അത് അകത്തു നിന്ന് വന്നാലും പുറത്തുനിന്ന് വന്നാലും ചിരിച്ചു കളയണം. അവരെ പിറ്റേ ഞായറാഴ്ച കണ്ടാ നീ അവരെ കയ്യക്ഷരം കണ്ടു പൊക്കിയാലും എൻ്റെ അച്ഛ എന്നെ ഉണ്ടെന്നും ചോദിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തേക്കണം. ചിലപ്പോ ഉമ്മയിൽ അതങ്ങ് തീരും. ചിലരിങ്ങനെ മനസ്സിൽ എന്നാലും അച്ഛന് മാത്രം, എന്നിട്ട് നമ്മൾ പോയി തിരുത്താഴം. സ്തോത്രം, സ്തോത്രം. എവിടെ കസാര ഇട്ടാലും തുള്ളും. ഇന്നും തുള്ളും, അന്നും തുള്ളും, എന്നും തുള്ളും. കാരണം കാട്ടിക്കിടക്കുന്നവനെ നാട്ടി വന്നതിന്റെ വലുപ്പം അറിയത്തുള്ളേ. അപ്പുറത്തിരിക്കുന്നവൻ തുള്ളത്തില്ല, ഇപ്പുറത്ത് അടാതെ എന്റെ വിഷയത്തിൽപ്പെട്ട കാര്യമല്ല. ഞാൻ രാജപൂക്കാലയുടെ മോനായതുകൊണ്ടല്ല തുള്ളുന്നേ. ഞാൻ എവിടെ കിടന്നെന്ന് എനിക്കേ അറിയത്തുള്ളൂ. ഞാനിന്ന് ഇവിടെ നിൽക്കുന്നതിന്റെ ക്രെഡിറ്റ് എന്റെ തമ്പുരാന്റെ ആണെന്നുള്ള തിരിച്ചറിവ് എന്റെ അകത്തുള്ളത് കൊണ്ട്. ഏതൊക്കെയോ ബൈക്ക് ആക്സിഡന്റ് തീരണ്ട ഞാൻ മരണത്തെ മുഖാമുഖം പലതവണ കണ്ടിട്ടും അവിടെ ഒന്നും എന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകാതെ എന്നെ സൂക്ഷിച്ച് എന്നെ ഇവിടെ കൊണ്ട് നിർത്തി പ്രസവിക്കുന്നെങ്കിൽ ഞാൻ ഈ ദൈവത്തെ തുള്ളി ചാടി ആരാധിക്കും. It's a privilege. It's a privilege. ഈ ദൈവത്തെ തുള്ളിച്ചാടി ആരാധിക്കുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാണ്. രാവിലെ ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞു. വിക്കുണ്ടായിരുന്നു. വിക്കനായി എനിക്ക് സംസാരിക്കാൻ നാവ് തന്നെങ്കിൽ ഈ വാ തുറന്ന് ഞാൻ മന്തി കഴിക്കാൻ നേരം മാത്രം വാ തുറന്നാൽ മതി വെച്ചാ. എന്തിനാ ഇത്ര വാ തുറക്കും? എന്തിനാ ഇത്ര സ്തോത്രം പറയും? എന്തിനാ ഇത്രയും കൈ അടിക്കുന്നത്? അവിടെ ടർഫിൽ പോയി ഫുട്ബോൾ കളിക്കാൻ തന്നെ ഇത് പറയത്തില്ലല്ലോ. വീട്ടിൽ വഴക്കുണ്ടാക്കാൻ തന്നെ ഇത് പറയത്തില്ലല്ലോ. ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിൽ നീ പിടിച്ചാൽ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും തമ്പുരാൻ പിടിക്കും. നിനക്ക് ഡാൻസ് ചെയ്യണോ ദൈവസന്നിധി? നീ ഡാൻസ് ചെയ്. ആരാ പിടിക്കുന്നേ? ഇത് പെന്തക്കോസാ. ഞാൻ ഡൽഹിയിൽ ഒരു ആഫ്രിക്കൻ ചർച്ചിൽ പോയി. ഞാൻ അവിടെ ചെന്നപ്പം കണ്ടൊരു കാഴ്ച, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്, കസേരയൊക്കെ എടുത്ത ആൾക്കാർ തുള്ളുന്നു. എനിക്ക് ശരി വന്നു. പക്ഷെ എന്നാ സന്തോഷമെന്നറിയോ? സന്തോഷിക്കാനേ നമ്മളിവിടെ വരുന്നത്. ആലയത്തിൽ വരുമ്പോൾ നമ്മൾ പൊയ്മുഖം കാണിക്കാനും എന്റെ വസ്ത്രം കാണാനും എന്റെ വസ്ത്രം ഉടയല്ലെന്ന് പറയാനുമല്ല ഞാൻ ആലയത്തിൽ വരുന്നത്. ഞാൻ ആലയത്തിൽ വന്നൊന്ന് ആരാധിച്ചാൽ എന്റെ ശരീരം ഒന്ന് അറിയണം. ചിലർ കൈയടിക്കത്തില്ല, തേക്കത്തേ ഉള്ളൂ. തേപ്പ കണങ്ങല്ല. ഇവിടുത്തെ കാര്യമില്ല, തിരുവല്ലയിലെ കാര്യം. എടാ, അടിക്കുന്നെങ്കിൽ നന്നായിട്ട് അടിക്കണം. ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളുടെ തിരുവല്ല ചർച്ചിൽ ഒരച്ചാൻ എന്ത് പറഞ്ഞാലും കൈയടിക്കത്തില്ല. പക്ഷെ കഴിഞ്ഞ 2 വർഷം മുമ്പുള്ള സാക്ഷ്യമാണ്. ഭയങ്കരമായിട്ട് കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഇപ്പൊ ഡാഡി സഭായം കഴിഞ്ഞിട്ട് ചോദിച്ചു, അച്ഛാ ഇന്ന് ഭയങ്കര ആരാധനയായിരുന്നല്ലോ, എന്തോ പറ്റി? ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നല്ലോ. അപ്പച്ചന് നല്ല പ്രായമുണ്ട്. അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ രാജമോനെ ഒന്നും പറയണ്ട, കണ്ണിൻ്റെ കാഴ്ച ഭയങ്കരമായിട്ടും കുറഞ്ഞു, തിമിരവാ.
ഡോക്ടർ പറഞ്ഞു കൈ നല്ലപോലെ അടിച്ചാൽ ബ്ലഡ് പമ്പ് ചെയ്യും, കാഴ്ച കൂടും. സ്വോത്രം വല്ലതും മനസ്സിലായോ? ഡോക്ടർ പറഞ്ഞപ്പോഴേ ആ തിമിരത്തിൽ നിന്നൊക്കെ അങ്ങ് മാറ്റി. ഉപദേശം ഫ്രണ്ടി എന്ന് പറ, കൈയടി കൈ. എൻ്റെ സ്റ്റാൻഡേർഡുണ്ട്, സ്റ്റാൻഡേർഡ് അനുസരിച്ച്. എടാ, ഈ സ്റ്റാൻഡേർഡ് കേരളം വന്നത് എന്നാ? 60 വർഷങ്ങൾക്ക് മുമ്പ് എന്തോ സ്റ്റാൻഡേർഡായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു 12 പശു, ഓടായിരുന്നു. സ്തോത്രം. തറയെല്ലാം ചാണകവും മണ്ണുമായിരുന്നു. കെട്ടുറപ്പുള്ള വീട് ഇവിടെ വന്നിട്ട് എത്ര കാലമായി? എല്ലാവരും വലിയ പൂക്കാലോ കുടുംബം. ആ കുടുംബമൊക്കെ പറയുമ്പോൾ എന്നാ കുടുംബമാണ്? സ്തോത്രം. അച്ഛാ, നമ്മുടെ ഒന്നും ചരിത്രം മാന്തി പോകാതിരിക്കുന്ന നല്ലേ. ദൈവത്തെ ആരാധിക്കും വരുമ്പം ഇന്നലെ കിട്ടിയ പത്രാസിനകത്ത് ദൈവത്തിന്റെ സ്തുതി ഒതുക്കരുത്. കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കണം. ഇസ്രായേൽ മക്കളെ പോലെ പിറുപിറുക്കുന്ന തലമുറയായി പോകരുത്. പിറുപിറുപ്പിന്റെ തലമുറയായി പോകരുത്. ദൈവത്തെ സ്തുതിക്കുന്ന കാര്യത്തിലും ആരാധിക്കുന്ന കാര്യത്തിലും പിശുക്ക് കാണിച്ചില്ലെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുന്ന കാര്യത്തിലും എന്റെ തമ്പുരാൻ പിശുക്ക് കാണിക്കുകയല്ല. തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം, മഹത്വപ്പെടുത്തണം. അങ്ങനെ കോവിഡിന്റെ സമയം വന്നപ്പം ഡാഡി പൗർഷിന് സങ്കീർത്തനം പ്രസംഗിക്കാൻ വേണ്ടി അവർ വിളിച്ചു. ഇപ്പം ഞാൻ ചർച്ചിൽ ഇങ്ങനെ ബാത്റൂമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ്. ഞങ്ങളുടെ ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ സൗണ്ടിൻ്റെ ഏറ്റവും മാസ്റ്ററാണ് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങളുടെ ജോഷുവ. 4 പേരല്ലേ, 4-5 പേര് ജോഷുവയുടെ ടീം. എല്ലാം കൂടെ 10, 23, 24 പേര് ഞങ്ങളുടെ മീഡിയ ടീമിൽ മാത്രമുണ്ട്. അതിനകത്ത് സൗണ്ടിൻ്റെ ടീം ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് ജോഷുവ. ഞാൻ എവിടെ പോയാലും ചർച്ചൊക്കെ നോക്കും. ഏറ്റവും മനോഹരമായിരിക്കുന്ന, ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ് സൗണ്ട് സിസ്റ്റം നോക്കും. കാരണം ഞങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. വീട് കിടക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് ആലയം കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ സന്തോഷമുള്ളവരൊക്കെ ഉണ്ടോ? സ്വതന്ത്രം. ഞാനിങ്ങനെ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ അത് ചർച്ചിന് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ചിന്തിക്കും. എൻ്റെ മുറുക്കി കിട്ടുന്നതിനേക്കാൾ, എൻ്റെ വീടിന് കിട്ടുന്നതിനേക്കാൾ എൻ്റെ എപ്പോഴും ചിന്ത പോകുന്നത് നമുക്കൊന്നും കിട്ടാനില്ല അതിനകത്തുനിന്ന്. ഹലോ, നമ്മുടെ പേരിലും അല്ല, പക്ഷെ ആലയത്തിൽ ചെല്ലുമ്പം അത് നമുക്കല്ലേ അതിൻ്റെ ഒരു വെയിറ്റ്. നമ്മുടെ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം എത്ര മനോഹരമായി കിടക്കണം. വീട് കിടക്കുന്നതിനേക്കാൾ വീട്ടിൽ ഇച്ചിരി പരിതാപകരമാണെങ്കിൽ ആലയത്തിന് ഒരു കുറവുണ്ടാകും. സ്തോത്രം. അങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ സൗണ്ട് സിസ്റ്റത്തിന് തന്നെ 10-20 ലക്ഷം രൂപയ്ക്ക് മേളിൽ വിലയുള്ള സൗണ്ട് സിസ്റ്റമാണ് ഞങ്ങളുടെ ചർച്ചയിരിക്കുന്നത്. അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ജോഷുവയാണ്. അപ്പോൾ ഞാൻ ഈ ബാത്റൂമൊക്കെ കഴുകുക, അതൊക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു ഇഷ്ടമുള്ള കാര്യം. ഇന്നും അങ്ങനത്തെ പണിയൊക്കെ എടുക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ആവേശമാണ്. ഈ പ്രസംഗിക്കാൻ മൈക്ക് കിട്ടുന്നതിനേക്കാൾ സുഖമുള്ള പരിപാടിയാണ് ചർച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, കസേരയൊക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ എന്നോ ഒരു ഭാഗ്യം എൻ്റെ അപ്പ. അതിന് പകരം വെക്കാൻ വേണ്ടി ഏത് മൈക്ക് കിട്ടിയാലും ഏത് പീസിനാക്കി കിട്ടിയാലും അതിലും വലിയ സന്തോഷമൊന്നുമില്ല. ഈ ഒരു സ്തോത്രം ഒന്നും കേട്ടില്ല, ഇത്രയും ശൂന്യതയായി പോയോ സ്തോത്രം. ഇതൊക്കെ ഒരു സന്തോഷമാണ് പ്രിയരെ. ദൈവരാജ്യത്തിനുണ്ട് എന്തൊക്കെയെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ വരുന്ന വഴിക്ക് 10 ചെരുപ്പ് അങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ അതിനൊന്ന് ഒതുക്കി വെക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. അതിൻ്റെ മേളിലോട്ട് എൻ്റെ ചെരുപ്പ് കൂടി ഇങ്ങനെ കുടഞ്ഞിടുന്നതല്ല ശുശ്രൂഷ. അതിനെയൊക്കെ ഒന്ന് മാറ്റി വെക്കുക. വെല്ലോനെ ഒന്ന് കുനിഞ്ഞു ഒരു പാത്രം, ഒരു ചെരുപ്പൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നത് നമ്മുടെ താഴ്മയൊക്കെ ഒന്ന് കൂട്ടും. എന്നിട്ട് നമ്മൾ ദൈവസന്നിധി വന്നൊന്ന് കൈയടിക്കുമ്പോണ്ടല്ലോ, എൻ്റെ വീട്ടിലെ വിഷയത്തിന് അവിടെ പരിഹാരം തമ്പുരാൻ തരും. നമ്മൾ പത്രാസമൊക്കെ നിന്നിട്ട് കർത്താവേ വിഷയത്തിന് മേൽ പിന്നെ അവിടെ നിൽക്കത്തേ ഉള്ളൂ. നീ സ്തോത്രം. പിണങ്ങത്തില്ലല്ലോ അല്ലേ? ഇവിടുത്തെ കാര്യമല്ല, തിരുവല്ലയിലെ കാര്യമാണ്. സ്തോത്രം. ദൈവസന്നിധി വരുമ്പോൾ ഉടഞ്ഞു വരണം. കാരണം ഇതെല്ലാം കാണുന്ന ഒരു പിതാവുണ്ട്. രഹസ്യത്തിൽ കാണുന്ന പിതാവാണ് നമ്മളെ പരസ്യത്തിൽ. നമ്മളിപ്പോ എല്ലാം ചെയ്യുന്ന ആര് കാണാനാ? ഉപദേശം ഒന്ന് കണ്ടായിരുന്നെങ്കിൽ അവര് കണ്ട് ഇവിടുത്തെ കാര്യമല്ല. നിങ്ങൾ പിണങ്ങല്ല എന്നോട്. വല്ലോരും ഒന്ന് കാണിക്കാനാ എല്ലാ പരിപാടി. കാണിച്ച് നമ്മൾ 10 ഇടത്തൊന്ന് കാണിക്കാൻ വേണം. ഒന്ന് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ, കല്യാ കുത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ഇതൊക്കെ ഒന്ന് രഹസ്യത്തിൽ ചെയ്തു നോക്കി. വല്ലോനും കുശും പഠിക്കാനേ നേരം കാണത്തുള്ളൂ. അച്ഛാ പിന്നെ അവര് പറയും അവനിപ്പം അങ്ങ് കയറി, അവന് അഹങ്കാരിയായി. അത് എടാ പറയട്ടടാ.
നീ എവിടെ കിടന്നപ്പോ ആരുണ്ടായിരുന്നു? അവിടെ നീ നിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നില്ലേ? ആരുമില്ലാതെ നീ കയറി വന്നില്ലേ? അഹങ്കരിച്ച് പോകരുത്, നിഗളിച്ച് പോകരുത്. തമ്പുരാൻ ഉയർത്തുമ്പോൾ ബലമുള്ള കാര്യങ്ങളിൽ താണിരുന്നോണം. ഇന്നലകൾ ചെയ്തതൊന്നും മറന്നു പോകരുത്. ഇന്നലെ ചെയ്ത പ്രവൃത്തിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വലിയ സേട്ട എന്ന് ചിന്തിക്കരുത്. തമ്പുരാനെ ഉയർത്തിയത്. അതുകൊണ്ടല്ലേ ദാവീദ് ഈ പെട്ടകം കൊണ്ടുവന്നപ്പോ തുള്ളി ചാടിയത്. ഭാര്യ പറഞ്ഞു, എന്റെ പൊന്നച്ച നാണം കെട്ട പരിപാടി, ഇതൊക്കെ ഇങ്ങനെ ഈ സ്റ്റാറ്റസിലൊക്കെ ഇരിക്കുമ്പോൾ ചെയ്യാം. എടി പൊന്നുമോളെ, നിനക്കറിയാവോ ഞാൻ എവിടെ ആയിരുന്നെന്ന്? നീ എവിടെ അനങ്ങാതിരുന്നു? ഡ്രസ്സൊക്കെ ഇട്ട് ഫാഷൻ പരേഡിന് പോകുന്ന പോലെ നീ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നീ നടന്നു. എനിക്കിത് ഫാഷൻ പരേഡ് കളിക്കുന്ന സമയമല്ല. ഞാൻ കാട്ടിക്കിടന്നപ്പോൾ ഫാഷൻ പരേഡ് കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഉപദേശി ഞങ്ങൾക്ക് ഈ കുപ്പായൊക്കെ ഇട്ട് തന്നു. ഞാൻ പറഞ്ഞു, എനിക്കിതൊന്നും പരിചയമൊന്നുമില്ല, എനിക്ക് 2 കല്ല് കിട്ടിയാൽ മതി, ഞാൻ തീർത്തോളാം പരിപാടി. എടാ, അവിടെ ഈ കുപ്പായം ഇടാത്തവന് പിന്നെ ഈ കുപ്പായത്തെ കടിച്ചു തൂങ്ങും. അവനറിയാം കുപ്പായത്തിലല്ല കഥ ഇരിക്കുന്നതെന്ന്. ഈ കുപ്പായം കഥയുള്ളതും കുപ്പായം വില കൊടുത്ത് മേടിക്കുന്നവരുണ്ട്. അവരെല്ലാം കുപ്പായം കൊണ്ട് തീരത്തേ ഉള്ളൂ. പക്ഷെ അഭിഷേകമാകത്തുള്ളവന് കുപ്പായമില്ലെങ്കിലും അവന്റെ അഭിഷേകം അവന് ഉയർത്തും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ എല്ലാ അന്യാരാധന കുപ്പായങ്ങളും യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. സഭയ്ക്കെതിരെ, സഭയുടെ വളർച്ചയ്ക്കെതിരെ തയ്ച്ചു വെച്ചിരിക്കുന്ന സകല ഉപായങ്ങളും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ അത് ഒടഞ്ഞു മാറട്ടെ. രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ പുറകിലൊക്കെ നിന്ന് അവിടേക്ക് നിന്നിങ്ങനെ കൈയടിക്കുകയൊക്കെ ചെയ്തപ്പോ സങ്കീർത്തനം പ്രസംഗിക്കാൻ വേണ്ടി ഡാഡിയെ വിളിച്ചപ്പോൾ ഡാഡി എന്ന് പറഞ്ഞടാ, നീ എന്നെ ആ പവർഷിന്റെ തിരുവല്ലയിലെ സ്റ്റുഡിയോയിലോട്ടൊന്ന് വിടണം. അവിടെ അവർ സങ്കീർത്തനം കണ്ട് പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്, സഭായോഗം പോലെ, അതുകൊണ്ട് ഷൂട്ട് ചെയ്യുവാന്ന്. അപ്പൊ ഞാനൊരു ചുമല ടീഷർട്ടില്ല, ഞാൻ അവിടെ ചെന്നു. ഡാഡി അങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് എനിക്കൊരാഗ്രഹം, ഇതിനകം ഒന്ന് കാണണം, നമ്മളിതിനകം കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഡാഡി പോയതിൻ്റെ പുറകെ വെച്ച് പിടിച്ചു. അകത്തോട്ട് കയറി അവിടെ ചെന്ന് താഴോട്ട് കൊച്ചു സ്റ്റുഡിയോയിൽ അവിടെ ചെന്ന് ഇറങ്ങി അവിടെ നിന്നുകൊണ്ടേ പാസ്റ്റർ പ്രിൻസ് തോമസ്, റാന്നിയിലെ ദൈവദാസൻ കണ്ടിട്ട് എൻ്റെ അടുക്കൽ ഓടി വന്നു. എടാ മോനെ, നീ കീബോർഡ് വായിക്കത്തില്ലേ? ഞാൻ പറഞ്ഞാ അങ്ങനെയൊന്നും വായിക്കത്തില്ല, ചെറുതായിട്ടൊക്കെ മൂളിക്കും. സത്യമാണ് ഞാൻ പറഞ്ഞു, ചെറുതായിട്ടൊക്കെ മൂളിക്കത്തേ ഉള്ളൂ. ട്രാൻസ്പോസ് ഇവിടെ ആയാലും കീബോർഡ് വായിക്കുന്നവരുണ്ടോ? വല്ലതും ഉണ്ടോ? ഇല്ല. മക്കളെ, മൂളിച്ചാൽ മതി, നിന്നെ ചാനൽ ദൈവം വായിപ്പിക്കും. സാക്ഷ്യം അവരുടെ നിൽക്കുന്നു. ആ മൂളിച്ചത് തമ്പുരാൻ എനിക്ക് തന്ന 3 വർഷത്തെ ട്രെയിനിങ്ങാണ്. ഒരു സെക്കൻഡിൽ ഒരു പദ്ധതിയിലേക്ക് ദൈവം കയറ്റാൻ. നമ്മൾ വിചാരിക്കും, അതിനകത്ത് എനിക്ക് മാസ്റ്റർ ഗ്രേഡ് ഒന്നും എടുക്കാൻ വേണം. നിന്റെ മാസ്റ്റർ ഗ്രേഡിന് വേണ്ടി അല്ലെന്ന്. ദൈവം ഓരോ സ്ഥലത്ത് നിന്നെ ഇണക്കി ഓരോ കാര്യത്തിനോട് കയറ്റി വിടുമ്പോൾ ഓർത്തോണം, അതിൻ്റെ പുറകിൽ എവിടെയോ എന്തോ ഒന്ന് കത്താനുണ്ട്. അബദ്ധം പറ്റി ഒന്നും ആരും ചെയ്യത്തില്ല. സ്തോത്രം. ഞാൻ എന്നിട്ട് പാസ്റ്റർ പറഞ്ഞു, മോനെ നീ കീബോർഡ് വായിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച ഞാൻ വായിക്കത്തില്ല, ചെറുതായിട്ട് മോളി. എടാ അത് മതിയടാ മോനെ. ഞാൻ പറഞ്ഞ അങ്ങനെ പറയല്ലേ, ഇതൊക്കെ ചാനൽ വഴി വിടുന്നതല്ലേ. ഞാൻ MDH കഴിഞ്ഞ് നാട്ടിൽ വന്ന് നിൽക്കുക വെച്ചാ ഈ ടീഷർട്ടല്ല പെന്തക്കോസുകാരല്ല ചെന്നെ വെച്ചേക്കുവോ. ഉടനെ ഉപദേശിയോട് പറഞ്ഞു, മോനെ ഷർട്ടാണെന്ന് എൻ്റെ വിഷയം. ഞാൻ പറഞ്ഞു, ഷർട്ടൊരു വിഷയമാണ്. ഉടനെ ഉപദേശം അവിടെ ഇരുന്നുകൊണ്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് അങ്ങ് 3 ബട്ടൺസ് ഊരിപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച ഇനി ഊരല്ലേ, ഞാൻ വായിച്ചോളാം. ആദ്യത്തെ വീട്ടിലെ സഭായോഗം ഞങ്ങളെടുത്ത് കണ്ടാൽ ഞങ്ങൾ കാണും മൂലക്കൊരുത്തൻ ചുമല ടീഷർട്ട് ഇട്ട് വായിക്കുന്നത്. അത് ഞാനാ. കീബോർഡ് കയറി അവിടെ ഇന്ന് എന്തോ വായിച്ചു. കാരണം കീബോർഡിസ്റ്റ് ഇല്ല, കൊറോണയായി, ഇറ്റലിക്കാർ വന്നു, പെട്ടെന്നെല്ലാം അടച്ചു. ഓർമ്മയുണ്ടല്ലോ, കാലമൊക്കെ മറക്കാൻ പറ്റത്തില്ലല്ലോ. ഇന്നെല്ലാവരും മറന്നു ആ ഒരു സമയം. അത് കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച വന്നു, എല്ലായിടും അടഞ്ഞു. പൗരുഷൻ്റെ സ്റ്റുഡിയോ തുറക്കാൻ പറ്റത്തില്ല. ഉടനെ ഡാഡി പറഞ്ഞു, എന്നാൽ വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യാം. വീട്ടിൽ വന്നു. ഞാൻ റബ്ബർ ചെരിപ്പൊക്കെ ഇട്ടുണ്ട്, കീബോർഡ് വായിക്കുമോ, ചർച്ചയിൽ നിന്ന് പാത്തെടുത്തോണ്ട് വന്നിട്ട്. പൗരുഷൻ്റെ ആൾക്കാർ 2 പേരേ ഉള്ളൂ. രാത്രി 12:30 വീട്ടിൽ വന്നു. ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. കാരണം പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു വണ്ടി കയറിയാൽ അറിയാമല്ലോ, ഇന്നത്തെ കാലം
തൊട്ടപ്പുറത്തെ അയൽവാസിയാണെങ്കിലും പറയാം, അപ്പുറത്തൊരു വണ്ടി വന്നു, വീടും പൂട്ടും നാടും പൂട്ടും. അന്നത്തെ കാലമാണ്. വണ്ടിയുടെ ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ കയറി രാത്രി 2:30 ഷൂട്ടിങ് തുടങ്ങുന്നേ. രണ്ടാമത്തെ വീട്ടിലെ സഭ ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മമ്മി പ്രാർത്ഥിച്ചു, ഡാഡി പ്രസംഗിച്ചു, ഞാൻ പാട്ട് പാടി. സ്തോത്രം. എന്തോ പാടിയെന്ന് നമുക്കും അറിയത്തില്ല. ഞങ്ങളുടെ ഒരു അസോസിയേറ്റ് പാസ്റ്ററുണ്ട്, ഷെറി പാസ്റ്ററും വന്നു. അപ്പോൾ പറഞ്ഞു, ഷെറി പാസ്റ്ററിനെ ക്യാമറയുടെ മുമ്പിൽ പാടിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഷെറി പാസ്റ്ററിനെ വിളിച്ചത് ഞാൻ പാട്ടുകാരനല്ല. അപ്പോൾ ഒരു സൗണ്ട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. കാരണം എൻ്റെ സൗണ്ട് മാത്രമായിട്ട് നാട്ടിൽ കേൾക്കണ്ട, വീട്ടിലൊക്കെ ആൾക്കാർ ആരാധിക്കേണ്ടതല്ലേ. അതിന് ഷെറി പാസ്റ്ററിനെ വിളിച്ചപ്പോൾ ഷെറി പാസ്റ്റർ എവിടെ നിന്നാണ് പാടിയെ? ക്യാമറയുടെ പുറകിൽ നിന്ന് വേറെ മൈക്കും പിടിച്ച്. കാരണം ക്യാമറയുടെ മുമ്പിൽ കണ്ടാൽ അത് വിഷയമാണ്. എവിടുന്ന് ആൾ വന്നേ ചോദ്യം വന്നാൽ പെട്ടുപോകും. അതുകൊണ്ട് പുറകെ നിർത്തി പാടിച്ചു. 2ാമത്തെ ഞായറാഴ്ച അങ്ങനെ കഴിഞ്ഞു. പിന്നെ പതുക്കെ പവർഷിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് പ്രിൻസ് പാസ്റ്റർ ഓരോ ഞായറാഴ്ച അറിയാമല്ലോ, ഓരോന്നിങ്ങനെ പ്രഖ്യാപിക്കും. ഇനി വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്, കാത്തിരിപ്പുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഓരോ ഞായറാഴ്ച പ്രഖ്യാപിക്കുന്നതനുസരിച്ച് ഓരോ മീറ്റിംഗ് കൂടി വരും. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം പറഞ്ഞു, ഇനി വെള്ളിയാഴ്ച പ്രാർത്ഥനയുണ്ട്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പാട്ട് പാടി ലീഡ് ചെയ്യാൻ വേണ്ടി ഒരാൾ ഗസ്റ്റ് വരണം. വിളിച്ച് സെറ്റപ്പാക്കി വെച്ചിരിക്കുക. കീബോർഡ് ഞാൻ വായിക്കും. അന്നത്തെ കേരളം അറിയപ്പെടുന്ന ഏക കീബോർഡിസ്റ്റ് ഞാനായിട്ട് മാറി. കാരണം ഒത്തിരി കീബോർഡിസ്റ്റിനെ വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു, കോവിഡ് ആയതുകൊണ്ട് വരാൻ പറ്റത്തില്ല, ആർക്കും വരാൻ പേടി. നമ്മളാണ് എന്തിനും തയ്യാറായിട്ട് നിൽക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമാണ്. സ്തോത്രം. ചുമ്മാ അതൊന്ന് അനങ്ങിക്കൊണ്ടിരുന്നാൽ എന്തെങ്കിലുമൊക്കെ ദൈവപ്രവൃത്തി വരും കേട്ടോ. ഒന്നും ദൈവം ഉപയോഗിക്കത്തില്ല. കരഞ്ഞോണ്ടൊരു മുറിയിൽ തന്നെ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സ്തോത്രം. എന്തെങ്കിലുമൊക്കെ തമ്പുരാന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം. ചെറുതാണെങ്കിലും മടുപ്പില്ലാതൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരുന്നേ. നിങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് കാണും. നിങ്ങൾ കണക്റ്റ് ആകും. ആളുകളുമായിട്ട് ദൈവം നിങ്ങളെ കണക്ട് ചെയ്യും. എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അങ്ങനെ മുറിക്കകത്തുനിന്ന് ഇറങ്ങി അവിടെ ചെന്നിങ്ങനെ പറഞ്ഞനുസരിച്ച് രാവിലെ 9:30 ആയപ്പോൾ കീബോർഡിന് മുമ്പിൽ വന്നിരിപ്പുണ്ട്. 9:50 ആയപ്പോൾ പറഞ്ഞു, പാട്ട് പാടുന്ന ആൾ വരത്തില്ല, ജിബിൻ തന്നെ പാടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പാടത്തില്ല. ഇല്ല, ജിബിൻ പാടിയേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് പാടാനുള്ള കൃപ ദൈവം തന്നിട്ടില്ല. ഉടനെ അവിടെ ഇന്നൊരു പറഞ്ഞു, നിൻ്റെ അപ്പൻ്റെ ദൈവം നിൻ്റെ ദൈവം, അമ്മനെ ദൈവം നിനക്ക് കൃപ തരും. അപ്പം ഞാൻ മനസ്സിൽ പറഞ്ഞു, പിന്നെ കൃപ, പാട്ട് പാടാൻ അറിയാത്തതിന് കൃപ, ചുമ്മാ വായടിച്ചാൽ പോരെ. 3000 പേര് യൂട്യൂബിൽ തന്നെ ലൈവ് കാണാൻ നിൽക്കുക. ഈ കൃപയും ഇതുമായിട്ട് മാച്ച് ചെയ്യത്തില്ല. ഹൃദയത്തിൽ ടെൻഷൻ വരുമ്പോഴേ ഈ മീറ്റിങ്ങിലിരുന്ന് കൈയടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. വെളിയിൽ ചെന്നിട്ട് ഈ കൃപയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അച്ഛാ, പെട്ടെന്ന് അങ്ങോട്ട് കണക്റ്റ് ആകത്തില്ല. നമ്മൾ പച്ചയായ മനുഷ്യനല്ലേ, ഉപദേശിക്കാൻ മൈക്ക് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? കാര്യം വരുമ്പം ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലത് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, പ്രൊഡ്യൂസർ എബി സോളമൻ, ആദ്യ സമയങ്ങളൊക്കെ പാടിക്കൊണ്ടിരുന്നു. അദ്ദേഹം നല്ല പാട്ടുകാരനാണ്, അദ്ദേഹം പാടും, ജിബിൻ കൂടെ പാടിയാൽ മതി. ഞാൻ പറഞ്ഞു, താങ്ക് യു. ഒരാളെ അന്ന് ഇരുന്നൊക്കെ പാടുന്ന സമയമാണ്. എബി സോളമൻ അടുത്ത് വന്നിരുന്നു. എന്നോട് പറഞ്ഞു, ഈ പാട്ടാണ് പാടുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ആ പാട്ട് അറിയത്തില്ല. അത് കുഴപ്പമില്ല, സപ്പോർട്ട് ചെയ്താൽ മതി, കൂടെ പാടി തന്നാൽ മതി, കീബോർഡൊക്കെ വായിച്ചൊന്ന് മൂളിയാൽ മതി എന്ന്. ഞാൻ പറഞ്ഞു, ഓക്കെ. അനീഷ് തോമസ് പാസ്റ്റർ മീറ്റിംഗ് ഒന്ന് ലീഡ് ചെയ്യുന്നത്. അനീഷ് പാസ്റ്റർ പറഞ്ഞു, തുടർന്ന് ഗായക സംഘം പാടും, അവരോട് ചേർന്ന് പാടി ആരാധിക്കും. ഇത് പറയും. എബി സോളമൻ എന്നെ ഞോണ്ടിയിട്ട് പറയാം, ലീഡ് ചെയ്തു, പാടിക്കോളെ. 2000 പേര് ലൈവ് കാണാനാ, പാടിക്കോളെ. ഞാൻ പറഞ്ഞു, കർത്താവേ തീർന്നു. എന്താ 2 വാക്ക് അങ്ങനെ പാട്ടിനെ കുറിച്ചൊന്നും പറയാൻ അറിയത്തു പോലുമില്ല, പാട്ടും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ എന്നൊക്കെ പറഞ്ഞു ഏതാണ്ടൊക്കെ പറഞ്ഞ് പാട്ട് ഓണാക്കി പാടിത്തുടങ്ങി. ടെൻഷനിലല്ലേ തുടങ്ങിയത്, എല്ലാം കയ്യിൽ നിന്ന് പോയി. പാട്ടൊരു സൈഡിൽ, വേറെ സൈഡിൽ. അത് കഴിഞ്ഞ് സ്ലോ പാട്ട് പാടി, തേനിലും മധുരമാണെന്ന് പറഞ്ഞ് പാട്ട് പാടി. വേറെ പാട്ടിൽ നിന്ന് അടുത്ത പാട്ടിലോട്ട് കയറിയതാ, ട്യൂണെല്ലാം അങ്ങ് മാറിപ്പോയി. ലൈവിൽ പോവുക, 10,000 പേര് യൂട്യൂബിൽ മാത്രം കാണും. ഞാൻ പാടി, തേനിലും മധുരമ. ഞാനിവിടെ കണ്ണു തുറന്ന് പെതുക്കെ ഇങ്ങനെ നോക്കിയപ്പം എബി സോളമൻ അപ്പുറത്തെ കസേരയിൽ ഇങ്ങനെ സ്തോത്രം പറഞ്ഞ് വട്ടം കയറി. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ കസേരയെല്ലാം, ഈ ഭൂമിയെല്ലാം പിളർന്നങ്ങ് താഴോട്ട് പോയി. സ്തോത്രം. തമ്പുരാൻ ഓരോ പദ്ധതിയിലോട്ട് കയറ്റുമ്പോഴേ അനുഭവിക്കുന്ന ടെൻഷൻ എല്ലാം ചില്ലറയാണ്. എന്നിട്ട് ഞാൻ ആ പാട്ട് നിർത്തിയിട്ട്, പ്രിയമുള്ളവരെ, അതേ തേനിലും തേൻകട്ടയേക്കാളും നമ്മുടെ ദൈവം ഏറ്റവും മാധുര്യമാണ്. ഉപദേശിയുടെ മോനല്ലേ, മൈക്ക് പിടിക്കുന്ന ആളായതുകൊണ്ട് തിരിച്ചു പിടിക്കാൻ അറിയാം. എന്തൊക്കെയോ പറഞ്ഞ് തിരിച്ചു പിടിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. 3-3.5-4 വർഷം എൻ്റെ തൊണ്ട ബോധനം വരെ ഞാൻ പാടി. പൗർഷനിൽ ഓരോരുത്തരൊക്കെ വരുമ്പം ഷാരോൺ വർഗീസ്, സ്വർഗീയ ശില്പി എഴുതിയ ഷാരോൺ വർഗീസ്, ടിബിനെ തങ്കച്ചൻ, എല്ലാ വലിയ പാട്ടുകാരും പൗർഷനെന്ന് സ്വന്തമായിട്ട് അവരെല്ലാം നിൽക്കുമ്പോൾ അമ്മച്ചിമാർ വന്നിട്ട് പറയും, എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയും, എൻ്റെ ജീവൻ പാസ്റ്റർ എന്നോ നല്ല പാട്ടാ,
ഞാൻ ഷാരൂനോട് പറയും, കണ്ടുപടിയടാ നിന്റെയൊക്കെ പാട്ട് എന്തിനു കൊള്ളാം. എന്നെ പോലെ നല്ലൊരു പാട്ടുകാരൻ കേരളത്തിൽ വേറെയുണ്ട്. ഇന്ന് വരെ ആരും എന്നെ കല്യാണത്തിനൊന്നും വിളിച്ചിട്ടില്ല പാടാൻ. കാരണം അവർക്കറിയാം, അബദ്ധം പറ്റി ഒരാളെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പാടാറില്ല. പക്ഷെ തമ്പുരാൻ്റെ കൃപ തന്നു. മൈക്കെടുത്ത് സ്റ്റേജിൽ നിന്നൊരു പാട്ട് പാടിയാൽ ക്യാമറയ്ക്കപ്പുറത്ത് വീട്ടിലിരിക്കുന്ന വ്യക്തി ആത്മഹത്യ ചെയ്യാൻ പോയവന്റെ ദേഹത്തുനിന്ന് അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. പവർഷിന് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ അഭിഷേകത്തിന് ഭയങ്കര ശക്തിയാണ്. അതിന് സ്കെയിലൊന്നും ഒരു വിഷയമല്ല. നിന്റെ കഴിവും ഒന്നും വിഷയമല്ല. ഈ കഴിവുകേടിനെയൊക്കെ തമ്പുരാന്റെ കയ്യിലോട്ടം കൊടുക്കണം. എന്നിട്ട് തമ്പുരാനോട് പറയാം, തമ്പുരാൻ അങ്ങനെ ഒന്ന് ഉപയോഗിക്കണം എന്നൊന്ന് പ്രാർത്ഥിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത്. സ്തോത്രം. നിന്നെ ഉപയോഗിക്കാൻ ദൈവം ശക്തനാ. 3.5-4 വർഷം പവർഷിനി പാട്ട് പാടിച്ചു, പിന്നെ പ്രാസംഗികനാക്കി തമ്പുരാൻ. ദൈവത്തിന്റെ പദ്ധതി എത്രയോ വലുതാ പ്രിയ, എത്രയോ വലുതാ. കൂട്ടത്തിൽ കിടന്ന് തുള്ളിയതാ, എവിടെയോ മൂലയ്ക്കുന്നത്. ഇത്രയും തുള്ളണ്ടെന്ന് പറഞ്ഞതാ, പക്ഷെ തുള്ളല് നിർത്തിയില്ല. കേരളത്തിൽ കോവിഡ് വന്നപ്പോൾ തമ്പുരാൻ വിചാരിച്ചു, ആ തുള്ളി ആ പൊട്ടം മതി എനിക്ക് ഫ്രണ്ടിൽ നിന്ന് ആരാധിക്കാൻ. സ്തോത്രം. ഒരു ദൈവപ്രവൃത്തിയുടെ പുതപ്പ് നിന്റെ മേളിൽ വീണിട്ടുണ്ടെങ്കിൽ നീ വിശ്വസ്തമായിട്ട് നിന്നാൽ, അല്പത്തിൽ നീ വിശ്വസ്തനാണെങ്കിൽ അധികത്തിൽ നിന്നെ വിചാരകനാക്കുന്നവൻ എൻ്റെ ദൈവം. ദൈവിക പർപ്പസ്, ദൈവിക പദ്ധതി എന്തെന്ന് തിരിച്ചറിയണം. വേദിക്ക് വേണ്ടിയോ 10 പേരെ കയ്യടി കിട്ടാനോ 10 പേര് പ്രശംസിക്കാനോ ഇതിൽ നിന്നും എന്തെങ്കിലും ആദായം ഉണ്ടാക്കാനോ അല്ല നമ്മൾ ദൈവപ്രവൃത്തി ചെയ്യുന്നത്. അത് ബിസിനസ് ചെയ്താലും ജോലി ചെയ്താലും ശുശ്രൂഷ ചെയ്താലും എല്ലാം ദൈവനാമ മഹത്വത്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ കർത്തൃവേല ചെയ്താൽ, പുതിയ നിയമസഭ ഗോ ye therefore and make disciples of all the nations. മത്തായി 28, 18, 19, 20. നിങ്ങൾ ഭൂലോകം എമ്പാടും പോയി സകല ലോകരെയും എൻ്റെ ശിഷ്യരാക്കണം. Make disciples. That is the call that which we have. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന അതിനു വേണ്ടിയാ, പൊറോട്ട അടിക്കാനല്ല, പിണങ്ങരുത്, വീടുണ്ടാക്കാനല്ല. സുവിശേഷീകരണം ഇതിന്റെ ശിരകളിൽ ഒഴുകണം. രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും അറിയണം, സുവിശേഷം ഒന്നാമത്, സുവിശേഷ വേല ഒന്നാമത്. അതൊരു ഉപദേശിയുടെ പണിയല്ല, അത് സകലരുടെ പണിയാണ്. അതിന് നിന്നെ കരുത്തുറ്റതാക്കി മാറ്റുന്നവന്റെ പേരാ പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നീ ചേർത്ത് പിടിച്ചാൽ, കഴിഞ്ഞ ഞായറാഴ്ച പൗരുഷന് വീട്ടിലെ സഭായത്തിന് അവസാന സമാപന സന്ദേശം നൽകിയത് ഞാനായിരുന്നു. അപ്പൊ ഞാൻ പ്രസംഗിച്ചു എപ്പഫ്രാസ്, ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, അസാധ്യമായ ഒരു മനുഷ്യൻ. കൊലോസിയർ സഭ തുടങ്ങിയത് എപ്പഫ്രാസ്. 19-ാം അധ്യായം അപ്പോസ്തലർ പ്രവൃത്തി 19-ാം അധ്യായത്തിനകത്ത് എവിടെയോ ഒരു മൂലയ്ക്ക് എന്ന് പ്രസംഗം കേട്ടിട്ട് പോയൊരു സാധാരണ വിശ്വാസി കൊലോസിയെ ചെന്നപ്പോൾ അവിടെ ചർച്ചയായി. മറ്റ് 2 ഗ്രാമങ്ങളിലും സമീപ പ്രദേശങ്ങളിലും താൻ സഭ തുടങ്ങി. സാധാരണ വിശ്വാസി. ദൈവത്തിന് അങ്ങനെ അസാധാരണ വിശ്വാസി സാധാരണ വിശ്വാസി ഒന്നുമില്ല. ദൈവത്തിനെല്ലാം ശിഷ്യന്മാരാ. നമുക്കാ വിശ്വാസികൾ. തമ്പുരാനെല്ലാം ശിഷ്യന്മാരാ. പുതിയ നിയമ സഭയ്ക്കകത്ത് ശിഷ്യൻ, ശിഷ്യന്മാർ, ശിഷ്യഗണങ്ങൾ, ശിഷ്യന്മാരുടെ കൂട്ടം എന്നിത്യാദി പദങ്ങളില നമ്മളെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം തമ്പുരാന്റെ ശിഷ്യന്മാരാ. സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും ജോലിക്ക് പോയാലും എവിടെ പോയാലും യേശുവിന്റെ സാക്ഷിയാ ഞാൻ. യേശുവിനെ പറയുന്നതാ എന്റെ പണി. അത് പറയാനാ ദൈവം എന്നെ കമ്പനി വിടുന്നത്. അത് പറയാനാ ദൈവം എന്നെ ബാങ്ക് വിടുന്നത്. അത് പറയാനാ ദൈവം എന്നെ പച്ചക്കറി കട വിടുന്നത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ മാറിപ്പോക്കും. പണങ്ങല്ലേ? പെന്തക്കോസുകാരന് കാല് കുത്താൻ പറ്റാത്ത ഒരിടവും ഇല്ല. സുവിശേഷത്തിന്റെ വേദി എവിടെ തുറന്നു കിട്ടിയാലും കയറിപ്പോക്കണം. കാരണം ഞാൻ പിടിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. ആരെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിനകത്ത് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയാൽ പേടിക്കരുത്. കാരണം എന്റെ അകത്ത് ഞാൻ ചലിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കേട്ടാ.
പരിശുദ്ധാത്മാവിനെ കേട്ട് ഏത് മുക്കിനും മൂലയിലും പോകാൻ ദൈവം നിന്നോട് പറഞ്ഞാൽ നീ അത് അനുസരിച്ചാൽ, സ്വോത്രം 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 സ്വോത്രം. മക്കളെ, ചെറുപ്പക്കാരോട് എന്തിനാ നമ്മൾ കമ്പനി അടിക്കുന്നത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, അവനെ എനിക്ക് യേശുവിന് വേണ്ടി നേടണം. അല്ലാത്തൊരു ഒറ്റ കമ്പനി നമുക്ക് വേണ്ട. അല്ലാതെ നീ ആർക്ക് എവിടെ കമ്പനി കൊടുത്താലും നീ ദുഷ്ടൻ ഇരിപ്പിടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് അവൻ മറിഞ്ഞിരിക്കും. നീ എത്ര ബുദ്ധിയുള്ളവനാണെങ്കിലും, നീ എത്ര മിടുക്കനാണെങ്കിലും. പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ ചിലരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിക്കും. എന്തിനാണെന്നറിയാമോ? നിന്നെ അവർക്ക് വേണ്ടി ക്രിസ്തുവിലേക്ക് മറിക്കാൻ, അവരെ ഫ്ലിപ്പ് ചെയ്യാൻ. ഈ ബുൾസൈ അടിച്ചിട്ട് തിരിച്ചിടത്തില്ലേ, അതുപോലെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാൻ ദൈവം ചിലപ്പോൾ നിന്നെ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ നിന്നെ കണക്ട് ചെയ്യും. ബട്ട് യു ഷുഡ് ബി ഹോളി സ്പിരിറ്റ് സെൻസിറ്റീവ്. നീ അവനോട് നീ സുഹൃത്താകുന്നത് അവന്റെ കൂടെ സിനിമാ പാട്ട് പാടാനല്ല, അവന്റെ കൂടെ നിന്ന് വ്യത്യസ്തനായി നിന്നിട്ട് യേശുവിനെ പറയാൻ. യേശുവിനെ പറയാൻ, യേശുവിനെ പറയുന്ന ഒരു തലമുറ എഴുന്നേറ്റാൽ. രാവിലെ ഞങ്ങളുടെ ചർച്ചിലെ ബെന്ന്, ജോഷിയുടെ സുഹൃത്താ, എന്നോട് പറഞ്ഞു, ജിംബൽ ഉണ്ടോ കയ്യിൽ? ഞാൻ പറഞ്ഞു, വീട്ടിൽ ഇരിപ്പുണ്ട്, പോയായിരുന്നു ഇന്ന്. ജിംബലും കൊണ്ടുപോയി. ജിംബൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഇങ്ങനെ പിടിക്കുന്നത്. എന്നോട് പറഞ്ഞു, എന്തിനാടാ? ഞാൻ പറഞ്ഞു, അല്ല, എന്നോട് പറഞ്ഞു, ബെൻ പറഞ്ഞു, അച്ഛാ എനിക്കും ജോഷുവായി കൂടെ ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു, എന്നാ മോനെ സ്ക്രിപ്റ്റ്? അതിങ്ങനെ ചെറിയ കഥയ്ക്കകത്തോടെ ഗോസ്പല് പ്രസന്റ് ചെയ്യാൻ ഒരാശയം കൊണ്ട് വന്ന അവർക്കത് ഷൂട്ട് ചെയ്യാൻ, രണ്ടുപേരും കൂടെ ഒരു കഥയിലൂടെ സുവിശേഷം പ്രസന്റ് ചെയ്യാൻ എങ്ങനെ പറ്റും, അത് യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യാൻ. ചിന്തിക്കുക. ഞാൻ പറഞ്ഞു കൊടുത്ത ആശയമല്ല, അവർ തന്നെ ചിന്തിച്ച് അവർ എഴുതുക. അവർ കൂട്ടത്തിലുള്ള വേറൊരു സ്ക്രിപ്റ്റ് എഴുതുക, അവരതുപോലെ ചെയ്യുക. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നില്ല? എടാ, പരിശുദ്ധാത്മാവ് സെൻസിറ്റീവ് ആയാൽ എന്തെങ്കിലുമൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യണം. സ്വപ്നങ്ങളെല്ലാം അതുമായിട്ട് കണക്ട് ആയി വരണം. ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോകാം, ഇവിടെ പോകാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബൈക്കുണ്ട്, സ്വന്തമായിട്ട് കാറുണ്ട്, ഒന്നുമില്ലാത്തൊരു നടരാജുണ്ട്, കാലുണ്ട്. എത്ര പേര് നടന്ന് ഈ ഗ്രാമങ്ങളിലൂടെ നടന്ന് അമ്പലത്തിന് മുമ്പിലൊക്കെ പോയി കൈ ചൂണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, വീടുകളെ കരം ചൂണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്നത് ആലയത്തിൽ വന്ന് അന്യഭാഷ പറയാനല്ല. ആലയത്തിൽ പറഞ്ഞ് അന്യഭാഷ പറയുന്നത് വിലക്കുകയും അരുതെന്ന് പൗലോസ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്, ഒരു കൽപ്പന പോലെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനും വിലക്കുന്നില്ല. പൗലോസ് പറഞ്ഞു, നിങ്ങളിൽ അധികമായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ടല്ലോ. ഇന്ന് പല ബ്രദറൻകാരും പറയുന്നുണ്ട്, പൗലോസ് പറഞ്ഞിട്ടുണ്ട് അന്യഭാഷയിൽ പറയണ്ടാന്ന്, 1 കൊരിന്ത്യർ 14 വെച്ചിട്ട്. പക്ഷെ പൗലോസ് അടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ അധികം അന്യഭാഷയിൽ. അപ്പൊ ആരെങ്കിലും അന്യഭാഷ പറയണ്ടെന്ന് പറഞ്ഞു വന്നാൽ അധികം പറയുന്നവൻ പറഞ്ഞാൽ കേട്ടാൽ മതി. കാരണം അതിനകത്ത് എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളോ കഥയോ പറയാനുണ്ട്. എടാ, പറയാത്തവൻ പറയാം, അമേരിക്ക പോയിട്ടില്ലാത്തവൻ പറയാം അമേരിക്ക ഇല്ലെന്ന്. എടാ, അമേരിക്ക വണ്ടി എടുത്തൊന്ന്, ഫ്ലൈറ്റ് എടുത്ത്, വിസ എടുത്തൊന്ന് പോകണം, പോയി കണ്ടിട്ട് പറയണം ഉണ്ടോ ഇല്ലയോ എന്ന്. ഇവിടെ എന്നിട്ട് പറയരുത് അമേരിക്ക ഇല്ലെന്ന്. അനുഭവിച്ച ഒന്ന് കഥ പറയുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവങ്ങളെ വിവരിക്കുമ്പോൾ, അതിന്റെ അനുഭവം മനസ്സിലാക്കി നീ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ നിന്നിലേക്ക് നിറവ് വെളിപ്പെട്ടു വരും. ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്വപ്നം പരിശുദ്ധാത്മാവാകണം. മാതാപിതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്വപ്നം പരിശുദ്ധാത്മാവായിരിക്കണം. 21 ദിവസം നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കാണുന്നെങ്കിൽ, എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരൊറ്റ കാര്യം, പരിശുദ്ധാത്മാവിന്റെ നിറവ്. പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന് ദൈവം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ അത് തന്നിരിക്കും. പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് പറഞ്ഞ പൗലോസ് 3000 പേരോട് പ്രസംഗിച്ചപ്പോൾ ആ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 എണ്ണം അകത്തു വന്നു. എന്തിനാ വന്നത്? പരിശുദ്ധാത്മാവിന്റെ നിറവ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരു ഓപ്ഷൻ അല്ല ആന്റി. ഇവിടെ ബിരിയാണി, ഇവിടെ ചോറ്, ഇവിടെ കുഴിമന്തി, ഇവിടെ പൊറോട്ട, ഇവിടെ പാലപ്പം, ഇതിലേതെങ്കിലും ഉള്ളത് ഇഷ്ടമുള്ളത് എടുത്തോണ്ട് പോകുന്ന പരിപാടിയല്ല ഇത്. സഭയാകുന്ന ദൈവത്തിന്റെ മന്ദിരത്തിൽ എല്ലാവർക്കും വേണ്ടത് പരിശുദ്ധാത്മാവ്. അമേരിക്കയിൽ ഓക്സിജൻ, ഇംഗ്ലണ്ടിൽ ഓക്സിജൻ, ഓസ്ട്രേലിയയിൽ ഓക്സിജൻ, കേരളത്തിൽ നൈട്രജൻ ആണോ? പിന്നെ ഇവിടെ എന്തുവാ? ഓക്സിജനാ. എല്ലാവർക്കും പരിശുദ്ധാത്മാവ്. പലർക്കും പലതില്ല, ഒന്നേ ഉള്ളൂ.
നിറവിന് വ്യത്യാസം കാണും, പക്ഷെ പരിശുദ്ധാത്മാവ് ഒന്നാം. തൃത്വത്തിൽ മൂന്നാമത്തെ ആഴത്വമായ ഏകത്വം പരിശുദ്ധാത്മാവ്. ഒരു വ്യക്തിയാ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കാറ്റ, പരിശുദ്ധാത്മാവ് മഴയ, പരിശുദ്ധാത്മാവ് തീയ. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഒരു അപ്പിയറൻസ് മാത്രമാണ്. ഇതൊന്നും പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാ. നിന്റെ കൂടെ നിന്ന് നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവ്. തെറ്റേത് ശരിയാണ്, എന്ത് കാണണം എന്ത് കാണരുത്, ഏത് വഴി പോകണം ഏത് വഴി പോകരുത്, ഇതെല്ലാം നിനക്ക് പറഞ്ഞു തരുന്ന വ്യക്തി പരിശുദ്ധാത്മാവ്. മാതാപിതാക്കളെ, ഞായറാഴ്ച ഒരു 3 മണിക്കൂർ കൊണ്ട് കിട്ടുന്ന ഒരു മെസ്സേജിനകത്ത് ഒരാഴ്ച ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരാഴ്ച പോയിട്ട് ഒരു സെക്കൻഡിൽ പറ്റത്തില്ല, വീണുപോകും. പക്ഷെ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ നീ വീഴത്തില്ല. പരിശുദ്ധാത്മാവിന് പകരം നീ എത്ര വലിയ ഓക്സിജന്റെ പകരമുള്ള നൈട്രജൻ വലിച്ചാലും നീ തീർന്നു പോകും. ഓക്സിജന് പകരം ഓക്സിജനേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് ഇറ്റ് ഇസ് എ മാൻഡേറ്ററി, അത് ഓപ്ഷനല്ല. 21 ഒറ്റ ആഗ്രഹം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. ആരാഗ്രഹിക്കും? അന്യഭാഷയിൽ പാടാം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാം, അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാം. 1 കൊരിന്ത്യർ 14. സ്വോത്രം. അന്യഭാഷ ദൈവത്തോടൊന്ന് സംസാരിക്കണ്ടേ? ദൈവത്തോടത്ര സംസാരിക്കുന്നതിന് ആത്മിക മർമ്മങ്ങളെ വിളിച്ചു പറയുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മിക വർധനവ് വരുത്തുന്നു. ടോക്ക് ഇൻ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ സംസാരിക്കും, അന്യഭാഷയിൽ സംസാരിക്കും, ദൈവത്തോട് സംസാരിക്കും. ഇതിനെ വളരെ വില കുറച്ച് കാണരുത്. ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷയായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പാസ്റ്ററെ, കറക്റ്റാ, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിക്കണമെങ്കിൽ ആത്മാവിന്റെ സഹായം കൂടെ വേണം. ആത്മാവില്ലാതൊന്നും പ്രാർത്ഥന പറ്റത്തില്ല. ആത്മാവില്ലാതെ എത്ര നേരം പ്രാർത്ഥിക്കും? 5 മിനിറ്റ് 10 മിനിറ്റ് നീ വീണ് പോകും. പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ റെലവന്റ് ആയി പ്രാർത്ഥിക്കും. ദേശത്തെ തിരിച്ചറിഞ്ഞ്, കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കും. സ്വോത്രം. 21 ഒരു വലിയ ടേണിംഗ് പോയിന്റ്. സഭയുടെ ചരിത്രത്തെ തിരിക്കാൻ പറ്റുന്നത് 21 ഒക്കെ. എനിക്ക് സഭയിൽ വന്നപ്പോൾ ഒത്തിരി ഇഷ്ടം തോന്നി. എല്ലാവരും ഒരൊറ്റ പിടിയാ, ഒരു മനസ്സാ, എങ്ങുമില്ലാത്തൊരു ആവേശം ആദ്യ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ട്. പല സഭകളിൽ ചെല്ലുമ്പോൾ അവസാനത്തെ ആഴ്ചയിൽ നമുക്കിനി ഒന്ന് പിടിച്ചേക്കാം എന്നൊക്കെ തീരുമാനിച്ചൊക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരിക. പക്ഷെ ഇവിടെ 4ാമത്തെ ദിവസമായപ്പോഴേ നിങ്ങൾ ഇവിടെ ഇപ്പോഴായി 4ാമത്തെ ദിവസം ഈ പിടിയാണെങ്കിൽ എന്റെ പൊന്നു പാസ്റ്റർ 21 ഇവിടെ എന്തായിരിക്കും? ഇവിടെ മഹത്വം ഇറങ്ങി വരും. അന്യഭാഷയിൽ ഡീകോഡ് ചെയ്ത് സംസാരിക്കണം. അന്യഭാഷ ഡീകോഡ് ചെയ്യണം. അന്യഭാഷയിൽ ഇപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ആന്റി എന്താ പറയുന്നതെന്ന് വ്യാഖ്യാനിച്ച് ഇപ്പുറത്തിരിക്കുന്നവൻ പറയണം. ഇതായി 21 നടക്കണ്ടേ. എക്സസൈസ് ചെയ്യണം. ഹോളി സ്പിരിറ്റിനെ, കൃപാവരങ്ങളെ എക്സസൈസ് ചെയ്യണം. സഭയുടെ ആത്മീക വർധനവിന് വേണ്ടി രാത്രി വീട്ടിൽ പോകുമ്പോൾ കർത്താവ് എനിക്ക് വെളിപ്പാട് കാണും, എനിക്ക് ദർശനം കാണും, എനിക്ക് പ്രവചിക്കണം. എല്ലാം കൂടെ ദൈവം ഒരാൾക്ക് തരത്തില്ല. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം ഓരോന്ന് തരും. 19 കൃപാവരങ്ങളുണ്ട്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ അറിയുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ എത്രയധികം. 21 ഓരോ അനുഭവം പറയാം. ഞങ്ങളുടെ ചർച്ചിലെ ചെറുപ്പക്കാർ എല്ലാം മിടുക്കന്മാരാ. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ഇച്ചിരി കുഴപ്പമൊക്കെ ഉണ്ട്. നല്ല പിള്ളേരാ. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരല്ല, നല്ല പിള്ളേരല്ലേ. പക്ഷെ ഈ ആത്മീയ കാര്യം വരുമ്പോൾ ഇച്ചിരി ഒരു അത്രേ ഉള്ളൂ. പക്ഷെ സ്വഭാവത്തിനൊന്നും ഒരു നല്ല പിള്ളേർ. എൻ്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഉള്ളൊരു ആഗ്രഹം, കർത്താവ് ഇവർ വെളിപ്പാട് കാണണം, ദർശനം കാണണം, ഇവർ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ആണ് ഞാൻ ഈ 21 ഇരിക്കുന്നത്. ഞാൻ 21 ഇരിക്കുന്ന ചർച്ചിലെ ചെറുപ്പക്കാർ
നല്ല ശതമാനം ഇരിക്കും. 30-35 പേര് രാത്രി കിടക്കാൻ കാണും. ചർച്ചിൻ്റെ ഓഫീസിൽ AC തറയിൽ ഇങ്ങനെ പാതിരിച്ച് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് കിടക്കും. രാത്രി 10:30 മുതൽ പ്രാർത്ഥന തുടങ്ങും. വെളുപ്പിനെ 12 മണിക്കൊക്കെ തീർക്കാനാണ് തുടങ്ങുന്നത്. പക്ഷെ തീരുമ്പം 2:30, 3:30, 4:30, 5 മണി വരെയൊക്കെ പോയ ദിവസങ്ങളുണ്ട്. ആ രാത്രിയിലെ എൻകൗണ്ടർ മൊത്തം നടക്കുന്നത്. 21 ഡേയ്സും രാത്രിയിലത്തെ പരിപാടി ഇതാണ്. രാത്രി ചർച്ചിൽ തന്നെ കിടക്കും. ചിലർ രാവിലെ വീട്ടിൽ പോയി ഫ്രഷായി വരും. ബാക്കിയുള്ളവരെല്ലാം ഞാൻ ചർച്ചിൽ തന്നെ, വീട്ടിൽ പോകത്തില്ല, എങ്ങും ഇറങ്ങത്തില്ല. 21 ദിവസം കോമ്പൗണ്ട് വിട്ട് വെളിയിൽ പോകത്തില്ല. 21 ഡേയ്സ് ചർച്ചിൽ തന്നെ. ഒറ്റ പിടിയാ ആത്മാവിന്, ഒറ്റ ആഗ്രഹമാണ്. വേറെ ഒരു എന്തോന്ന് പറയണ്ടേ, ഭൗതിക വിഷയങ്ങളും പ്രാർത്ഥന ലിസ്റ്റിനകത്തില്ല. ഒറ്റ വിഷയമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഒന്ന് ആഗ്രഹിച്ചൊന്നിരുന്നേ. അവസാന ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ കളവൊക്കെ അങ്ങ് മാറും. ഈ മുറിക്കകത്തൊന്നും കസേര കാണത്തില്ല. സത്യം ഞാൻ പറയും, ഇവിടെ കസേര കാണത്തില്ല. ഞങ്ങളുടെ 21 സമാപന ദിവസങ്ങളൊന്നും കസേരയില്ല. സമാപനമൊക്കെ അങ്ങോട്ട് ആയി വരുമ്പോഴത്തേക്കൊണ്ട് എന്നോ കത്തലാന്നറിയാം. രാത്രിയിലൊക്കെ മുഴുവൻ വെളിപ്പാടാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നപ്പം ഈ പറയുന്നത് പോലെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പിള്ളേരെല്ലാം അന്യഭാഷ പ്രാപിക്കുന്നുണ്ട്, പക്ഷെ അടുത്ത തലത്തിൽ കയറുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. 19ാമത്തെ ദിവസമായി. ബാംഗ്ലൂരിൽ നിന്നൊരു ദേവദാസൻ പ്രസംഗിക്കാൻ വന്നു. അദ്ദേഹം വന്ന് പ്രസംഗിച്ചിട്ട് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ജിബിനെ, ആ മീഡിയ റൂമിൻ്റെ മേളിൽ ഹൈറ്റിലായിരിക്കുന്നത്, 2 നില ഹൈറ്റിൽ വലിയ ഷീറ്റിട്ട്, വലിയ ചർച്ചിൻ്റെ ഹൈറ്റില്ലേ, മീഡിയ റൂം മണ്ടയ്ക്ക് ഏണി കയറിയ മേളിൽ ഏറ്റവും ബാക്കിൽ ചെല്ലാം. അതിൻ്റെ മണ്ടയ്ക്ക് ഒരു കറുത്ത തല, 2 വലിയ കണ്ണ്, 2 വലിയ കൊമ്പ്, നാക്ക് തള്ളി നിൽക്കുന്നു. ഇവിടുത്തെ ചെറുപ്പക്കാർ പുറത്തു വരാത്തതിന് കാരണം അതാ. രാത്രി 9:30-10 മണിക്ക് ഇത് എന്നോട് പറയുന്നു, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, എന്നാലേ ചെറുപ്പക്കാർ പുറത്തു വരത്തുള്ളൂ. ഞാൻ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കുക. അദ്ദേഹം ഞാനിവിടെ തൊട്ടപ്പുറത്തുള്ള ഹോം സ്റ്റേ പോയി അവിടെ ഇരുന്ന് വെളുപ്പിനെ 1:30 വരെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പല വിഷയങ്ങളുണ്ടെങ്കിൽ ഇതും വെച്ച് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ച് ആലയത്തിൽ വന്നു. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ എൻ്റെ പ്രാർത്ഥന കർത്താവിൻ്റെ ചർച്ചിലെ ചെറുപ്പക്കാർക്ക് വെളിപ്പാട് കാണും. ഇതാ പ്രാർത്ഥന. പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൈവിൽ ഇത് പറയാൻ വേണ്ടി വന്നു. എന്നിട്ട് പുള്ളി അവിടെ നിർത്തി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ലൈവ് അങ്ങ് തുടങ്ങുകയായിരുന്നു. ഇത് പറഞ്ഞില്ല. പേഴ്സണലി വന്നിട്ട് എന്നോടാണ് ഇത് ഷെയർ ചെയ്തത്. ഇതാരും കേട്ടില്ല, എന്നോട് മാത്രമായി വ്യക്തിപരമായിട്ട് പറഞ്ഞു. ഞങ്ങൾ പോയിരുന്നു, ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് 1:30 വരുമ്പം ഞങ്ങളുടെ മുറി, അതായത് ചെറുപ്പക്കാർ കിടക്കുന്ന മുറിക്കകത്ത് തീ കത്തി നിൽക്കുക. പക്ഷേ എനിക്ക് ബോഡിക്ക് ഭയങ്കര ക്ഷീണം, എനിക്ക് എങ്ങനെയും കിടന്നുറങ്ങണം. ഞാൻ പറഞ്ഞു, ഇത്രത്തോളം ദൈവം പ്രാർത്ഥിക്കാൻ ബലമൊക്കെ തന്നല്ലോ, നമുക്ക് നാളെ മീറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് സമാപന ദിവസങ്ങളല്ലേ, നമുക്ക് നേരത്തെ കിടന്നുറങ്ങണം, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് ആസ്വാദം പറഞ്ഞപ്പോഴും പിള്ളേരുടെ പ്രാർത്ഥന തീരുന്നില്ല. എൻ്റെ ഒരു കാലിൽ ഒരുത്തൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുക. അവൻ്റെ പേര് ജോനത്തൻ, അലൻ, പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങളുടെ ചർച്ച വന്ന് ആരാധിക്കുന്ന ഒരു പഴയ കുടുംബമാണ്. ആ പയ്യന് ഈ ബിന്ന് എഴുതുമ്പോൾ ഡി എന്നാണ് എഴുതുന്നത്, അറിയാമല്ലോ. അങ്ങനെ ആ ഒരു പ്രശ്നമുള്ളവന്. അവൻ ഇന്ന് ഈ ഫാം ഡി കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുക, BRക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നിൽക്കുക. പരിശുദ്ധാത്മ അവനെ പൊക്കി കൊണ്ടങ്ങ് തീർത്തതാണ്. അങ്ങനെ ഫേവർ അനുഭവിച്ചവനാണ് അവൻ. എൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയും. ഞാൻ പറഞ്ഞു, എന്നെ മോനെ, അച്ഛാ ഭയങ്കര വലിയൊരു കുഴി, ഒരു വലിയ ഏണി, ഇത്രേ ഉള്ളൂ. അന്യഭാഷ കുഴി, ഏണി, 15 മിനിറ്റ് ഇത് തന്നെ. ഞാൻ പറഞ്ഞു, മോനെ ബാക്കി വല്ലതും ഉണ്ടേ പറയടാ, എനിക്കാണെങ്കിൽ ദേഷ്യവും സങ്കടവും വിഷമവും, കാരണം ഉറങ്ങണ്ടേ, ക്ഷീണം വന്നു കഴിഞ്ഞാൽ പിന്നെ. എന്നോട് പറഞ്ഞു, പറ്റുന്നില്ല അച്ഛാ, കരച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞു. ഉടനെ ഞങ്ങളുടെ അടുത്തിൽ ജോനത്തൻ വന്നിട്ട് എൻ്റെ ചെവി വന്ന് പറയാം, അച്ഛാ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആ ദേവദാസം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ പുറകോട്ട് തിരിഞ്ഞ് ക്ലോക്കിനെ അങ്ങോട്ട് നോക്കിയപ്പം ആ മീഡിയ റൂമിൻ്റെ മണ്ടയ്ക്ക് ഒരു കറുത്ത തല, 2 വലിയ ഉണ്ടക്കണ്ണ്, 2 വലിയ കൊമ്പ്, ഒരു നാക്ക് തെള്ളി നിൽക്കുന്നു. ഇവിടുത്തെ ചെറുപ്പക്കാർ പുറത്തു വരാത്തൊരു കാരണം അതാ അച്ഛാ. ഇപ്പം മനസ്സിലായോ? ഒരു സാധാരണ ജോനത്തനെ, ഫുട്ബോളും ഇന്നും ഒക്കെ കളിക്കുന്ന ഒരു ജോനത്തൻ പറയുക, ഞങ്ങളുടെ മീഡിയ റൂമിൻ്റെ ഹെഡാണ്. അദ്ദേഹം കാഴ്ച കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, സഭയ്ക്കകത്ത് വെളിപ്പാടിൻ്റെ തലം തുറന്നു. സ്തോത്രം. ഈ വെളിപ്പാടിൻ്റെ ആ റെവലേഷൻ്റെ തലം തുറന്നു കിട്ടിയാൽ നമുക്ക് പിന്നെ ഭയങ്കര എളുപ്പമാണ് ശുശ്രൂഷ. സഭയ്ക്കകത്തൊക്കെ ഇരിക്കുന്നവർ ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടു തുടങ്ങിയാൽ, എലന്തൂരിനെ കുറിച്ചൊക്കെ ഒന്ന് കണ്ടു തുടങ്ങിയാൽ, എടാ കൂടോത്ര മന്ത്രവാദ ആഭിചാരത്തെ ഹൈലൈറ്റ് ചെയ്യാതെ നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എവിടുന്നാ വരുന്നതെന്നറിയും. നീ ഇവിടെ ഇരുന്നുകൊണ്ട് ആ ബോംബിൻ്റെ ഫീസ് സാത്താനെന്ന് പറയുമ്പോൾ അത് അവിടെ തീരും. സ്തോത്രം. ആത്മാവിലൊന്ന് നിറഞ്ഞു നോക്കി. ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, തമ്പുരാൻ എൻ്റെ മുമ്പിൽ പ്രവാചകൻ്റെ ഭാഗം കൊണ്ടിട്ടു. കണ്ണൊന്ന് തൊട്ട് പ്രാർത്ഥിക്കുക, ദാസന്മാർ കാണാൻ തുടങ്ങും. അഗ്നിമയമായ രഥങ്ങളും കുതിരകളുമേ
ഞാൻ കണ്ണു തുറന്ന് ഞാൻ ഇവന്മാരെ വിളിച്ചു, ആരെങ്കിലും ഉണ്ടോ ഇവൻ കണ്ടതിൻ്റെ ബാക്കി കാണാൻ. ജോഷുവ ഉൾപ്പെടെ 3 പേരും ഇവിടെ മുന്നോട്ട് വന്നു. അതിനകത്ത് ഒരാൾ ജോനത്തിനാണ്. ഞാൻ അവരെ കണ്ണിലോട്ട് കൈവച്ചിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ ഇവരെ കാണത്തക്ക നിലയിൽ ഇവരെ കണ്ണിന് കാഴ്ച തുറക്കട്ടെ. 4 പേരും കൂടെ ഒരു 20-25 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ മുതൽ അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. ഒരുത്തൻ പറയുന്നതിൻ്റെ ബാക്കി അടുത്തവൻ പറയുന്നതിൻ്റെ ബാക്കി വേറൊരുത്തൻ. സഭയുമായി ബന്ധപ്പെട്ട് ദൈവദാസന്മാർക്ക് മാത്രം അറിയാവുന്നൊരു നിർണായകമായ കാര്യം. സഭയിലെ ചെറുപ്പക്കാർ വാ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ചർച്ചിൻ്റെ ഒരു എന്തൊരു പറയണ്ടേ, ഒരു കീ പ്രൊജക്റ്റിനെ കുറിച്ച് ചെറുപ്പക്കാർ സംസാരിക്കാൻ തുടങ്ങി. ഇതിനെക്കുറിച്ചൊന്നും ABCD അറിയാത്ത ചെറുപ്പക്കാർ അവർ അഭിഷേകത്തെക്കുറിച്ചും അന്യഭാഷയെക്കുറിച്ചും ആ തലങ്ങളിലേക്ക് കയറി തുടങ്ങിയപ്പം വെളിപ്പാടിൽ സഭയെക്കുറിച്ച് കാണാൻ തുടങ്ങി, സഭയുടെ സീനിയർ പാസ്റ്റിനെ കുറിച്ച് കാണാൻ തുടങ്ങി, സഭയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കാണാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾ തിരുവല്ല ചർച്ച 5 ഏക്കറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. 30 കോടിയാണ് ചോദിക്കുന്നത്. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ചർച്ചിൻ്റെ അക്കൗണ്ടിൽ 5 ലക്ഷം തികച്ചെടുക്കാനില്ല അച്ഛാ. ആരുടെയും പോക്കറ്റ് കണ്ടിട്ടുമല്ല. പക്ഷേ ഞങ്ങളുടെ തിരുവല്ല ചർച്ചിൽ വണ്ടി ഇടാൻ സ്ഥലമില്ല. ഞായറാഴ്ച വരുമ്പോഴത്തേക്ക് വണ്ടി അപ്പുറത്തെ വീട്ടിലൂടെ ഇടുന്നേ. സ്വോത്രം 1000 പേരിൽ നിറഞ്ഞ് കവിഞ്ഞു. ഇനി ഒരു 5 ഏക്കർ കിട്ടിയേ പറ്റൂ. പ്രാർത്ഥന തുടങ്ങി. അതിനെക്കുറിച്ചുള്ള ഫ്യൂച്ചറാ ചെറുപ്പക്കാർ 4 പേരും കണ്ടേ. ആ വസ്തു എങ്ങനെയുള്ളത്, എന്താ, എവിടെ, ഇത് മുഴുവൻ പറഞ്ഞു. ഇനി പ്രാർത്ഥിക്കുന്നതിന് ആർക്കാ തടസ്സം? എടാ, ഫുട്ബോൾ കളിച്ച് കിടക്കുന്ന പിള്ളേരാ. അഭിഷേകത്തിൽ ഇറങ്ങിയപ്പോൾ കളി മാറി. അതിനകത്ത് ഒരുത്തൻ പറഞ്ഞു, അച്ഛാ താണ്ട ആ റെയിൽവേയുടെ ആ മൂലയ്ക്കുന്ന ഒരു മരണത്തിൻ്റെ ദൂതം നിപ്പുണ്ട്, അതിനെ ഇപ്പം എറിഞ്ഞിടണം. എപ്പോഴാണെന്നറിയാം? വെളുപ്പിനെ 3:30. ഞാൻ പറഞ്ഞു, മോനെ ഇപ്പം വേണ്ടടാ, രാത്രിയല്ലേ, അച്ഛൻ വരുന്നെങ്കിൽ വല്ലേ, ഞങ്ങൾ പോവുക. പിള്ളേരങ്ങ് തിളച്ചെന്ന ആത്മാവില്ല. നമ്മുടെ കയ്യിൽ നിന്ന് മൈക്കങ്ങ് പോയി. എല്ലാം കൂടെ ചാടി വെളിയിലിറങ്ങി. ഞാനും കൂടെ ഇറങ്ങേണ്ടത് വന്നു. മൂലയ്ക്ക് നിന്ന് കല്ലെടുത്ത് നിൽക്കുക രാത്രി. ഞാൻ പറഞ്ഞു, മക്കളെ സൗണ്ട് ഉണ്ടാക്കല്ലേ, ആരും അറിയില്ലടാ. റെയിൽവേയുടെ അങ്ങോട്ട് കല്ലേറെ പ്രാർത്ഥിച്ചങ്ങോട്ട് എറിയാൻ തുടങ്ങി. ഇതൊക്കെ നമുക്ക് വേണ്ട ഡിബേറ്റ് ചെയ്യാം. അങ്ങനല്ല, കല്ലല്ല എറിയേണ്ടത്, അതല്ല, ഇതല്ല, ഉപ്പല്ല, നമ്മളിതെല്ലാം കൊണ്ടുവരും, ഓരോ വകുപ്പുകൾ കൊണ്ടുവരും. പക്ഷെ ആത്മാവിൽ പ്രേരിതമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ റെയിൽവേയുടെ ആ മൂലയ്ക്ക് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. പക്ഷേ ഈ ഒരു ആക്ടിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ആത്മഹത്യ അവിടെ നടന്നിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഈ നമ്മുടെ ബുദ്ധിയും കൊണ്ട് നടക്കാത്തത് ആത്മാവ് കൊണ്ട് നടക്കും. ഒരു തലമുറ ഇതിനുവേണ്ടി ദാഹിക്കുന്നുണ്ട്. കണ്ണൊന്ന് അടയ്ക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും ഒന്ന് അടയട്ടെ. വിശ്വസിക്കുന്നവർ വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തി. നെക്സ്റ്റ് 21 ഡേയ്സ് ഇല്ല, 17 more ഡേയ്സ് നിങ്ങൾ ആഗ്രഹിക്കണം, 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 ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, സാത്താൻ്റെ ആത്മാവുണ്ട്. ദൈവം സർവ്വവ്യാപിയാണ്. സാത്താൻ സർവ്വവ്യാപിയല്ല, അവൻ നെറ്റ്വർക്കിൽ വ്യാപരിക്കുന്നവൻ. അവൻ ഇവിടെ കുറച്ച് ആത്മാക്കളുണ്ട്, ഇവിടം വിട്ടാൽ, ജില്ല വിട്ടാൽ, ഏരിയ വിട്ടാൽ അടുത്ത കുറച്ച് സ്പിരിറ്റുകൾ. പിന്നെ ഇങ്ങനെ കമ്മ്യൂണിക്കേഷനിലാണ് വ്യാപരിക്കുന്നത്. അവൻ നിനക്കെതിരെയുള്ളതെല്ലാം മെനഞ്ഞു വെച്ചിരിക്കുക. പക്ഷെ പരിശുദ്ധാത്മാവിൽ ചരിക്കുന്ന നിന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു അന്ധകാരത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല, തൊടാൻ പറ്റത്തില്ല. ഞാനിന്ന് രാവിലെ പറഞ്ഞ വയനാട്ടിലെ സാക്ഷ്യം പറഞ്ഞു. 70-ലധികം ആളുകൾ അന്യഭാഷ പ്രാപിച്ചത്. അത് 30-ലധികം ആളുകൾ അന്യഭാഷ പ്രാപിക്കാൻ കാരണമായ ആളാ ഇന്നിവിടെ ജോഷുവ എന്ന് പറഞ്ഞ ആൾ സാക്ഷ്യം പറഞ്ഞു. ഒരു പയ്യനാ, 12ാം ക്ലാസ് കഴിഞ്ഞ് BSW ഇപ്പോൾ ജോയിൻ ചെയ്ത സുശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവനാ. ഞാനൊന്നും BSW പഠിപ്പിക്കാൻ വേണ്ടി കയറ്റിയിരിക്കുക. ബൈബിൾ കോളേജിൽ പോകാൻ തയ്യാറായിട്ട് ഇറങ്ങിയവനാ. സ്തോത്രം. അവൻ തൊട്ടപ്പം 30-ലധികം ആളുകൾ അന്യഭാഷ പ്രാപിച്ചു. ഞാൻ പോകുന്നിടത്തെല്ലാം ജോഷുവയെ കൊണ്ടുപോകാറുണ്ട്. ജോഷുവ വളരെ നന്നായിട്ടൊന്നും പ്രസംഗിക്കത്തില്ല, പക്ഷെ ജോഷുവ എന്ന് കൈവച്ചാൽ പിള്ളേർ അഭിഷേകം പ്രാപിക്കും. സ്തോത്രം. മക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, സ്നേഹത്തോടെ പറയാം, നിങ്ങളുടെ കൈവപ്പിൽ പകർച്ച നടക്കും. നിങ്ങളുടെ കൈ തമ്പുരാനൊന്ന് വിട്ടുകൊടുക്കും. നിങ്ങളുടെ ഈ കൈ ഒന്ന് നോക്കിയിട്ട് പറ, ഈ കൈ യേശുവിൻ്റെതാണ്. അടുത്ത സെക്കൻഡ് നിങ്ങൾ കാണും നിങ്ങളുടെ കയ്യിലൂടെ അത്ഭുതങ്ങൾ നടക്കുന്നു.
നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പഠിത്തവും വിദ്യാഭ്യാസം എത്രയുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ അഭിഷേകത്തിന് അതിരുകളില്ല, നിങ്ങളുടെ അഭിഷേകത്തിന് പ്രായമില്ല, നിങ്ങളുടെ അഭിഷേകത്തിന് പരിധികളില്ല. അഭിഷേകം വ്യാപരിക്കും. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം.